ഈശോമിശിഹ ഞങ്ങൾ രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യാനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിശിഹ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേർന്ന തീഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസിയോ ടീമിനെ സഹായിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നത്തെ ആഹാരം നീകരണമേ. ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രാർത്ഥന ഞങ്ങൾ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം. ലോകത്തിലെങ്ങും പോകാം, നാഥൻ വിളിക്കുന്നു നമ്മെ. സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം. ലോകത്തിലെങ്ങും പോകാം, നാഥൻ വിളിക്കുന്നു നമ്മെ. പരിശുദ്ധനാകുന്ന റൂഹ വന്നണഞ്ഞിടുന്ന നേരം, ശക്തി ചൈതന്യങ്ങളേറും നവജനമായി നാം മാറും. ശക്തി ചൈതന്യങ്ങളേറും നവജനമായി നാം മാറും. ആ ആ ആ സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം. ലോകത്തിലെങ്ങും പോകാം, നാഥൻ വിളിക്കുന്നു നമ്മെ. ഇരുളകറ്റിടും വെളിച്ചം, മുറിവുണക്കിടുന്ന തൈലം, സുവിശേഷമാകുന്ന ദാനം ലോകത്തിനേകുവാൻ പോകാം. സുവിശേഷമാകുന്ന ദാനം ലോകത്തിനേകുവാൻ പോകാം. ആ ആ ആ സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം. ലോകത്തിലെങ്ങും പോകാം, നാഥൻ വിളിക്കുന്നു നമ്മെ. നാഥൻ വിളിക്കുന്നു നമ്മെ. വിശുദ്ധ പൗലോസ് ലേഖ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം, അധ്യായം 2, 1 മുതൽ 3 വരെയുള്ള തിരുവചനം. ക്രിസ്തുവിന്റെ പടയാളി. എന്റെ മകനെ, നീ യേശു ക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. അനേക സാക്ഷികളുടെ മുമ്പിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. യേശു ക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു കൂടിയത് ഈ ലോകത്തിന് പ്രകാശമായി അങ്ങേക്ക് ഞങ്ങളിലൂടെ പ്രകാശിക്കുവാൻ, ഈ ലോകത്തിന് നൽകുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദാനം, ഈ മിസ്സിയോ കൂട്ടായ്മയിലൂടെ ഞങ്ങൾ അനുഭവിച്ച ദിവ്യ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവിധം ഞങ്ങളെ ഉപയോഗിക്കണമേ. സുവിശേഷ പ്രഘോഷണം എന്ന ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന ഞങ്ങൾ ധൈര്യത്തോടെ നിറവേറ്റുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളെ വിശദീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, വിശുദ്ധിയോടുകൂടിയായിരുന്നു കൊണ്ട് ദൈവജന ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് വചനമാകുന്ന ആത്മാവിന്റെ വാളെടുത്ത് വിശ്വാസമാകുന്ന പരിചയമുണ്ട് എല്ലാ ദുഷ്ടപ്രവൃത്തികളെയും തടുക്കുവാൻ ആഴത്തിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, മിസ്സിയോ കൂട്ടായ്മയെ അങ്ങ് ഏറ്റെടുത്ത് നടത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ആത്മീയ പിതാവും രക്ഷാധികാരിയുമായ മാർ ജോയി ആലപ്പാട്ട് പിതാവിനെയും ആനിമേറ്ററായ സ്നേഹബഹുമാനപ്പെട്ട അഗസ്റ്റിൻ മുണ്ടിയാച്ചനെയും അവരുടെ എല്ലാ ശുശ്രൂഷ മേഖലയും അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ്സിയോ ടീമിന്റെ മാർഗദർശിയായ ആലിസൂട്ടി ആന്റിയെയും ടോമിച്ചൻ ചേട്ടനടങ്ങുന്ന റിസോഴ്സ് ടീമിനെയും എല്ലാ മെന്റേഴ്സിനെയും മെമ്പേഴ്സിനെയും എല്ലാ ഉപകാരികളെയും സൂം സംവിധാനം ഒരുക്കി തരുന്ന നവീൻ കുടുംബത്തെയും അവരുടെ നിയോഗങ്ങളെയും ഇന്റർസെക്ഷൻ കൂട്ടായ്മയും അനുഗ്രഹിക്കണമേ. ഈ 10 ആഴ്ചക്കാലവും അനുഗ്രഹാശംസകളും സമാപന ആശീർവാദവും നൽകിയ ബഹുമാന്യരായ എല്ലാ വൈദികർക്കും നന്ദി പറയുന്നതിനോടൊപ്പം ആധ്യാത്മിക നിറവ് നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നമുക്ക് നൽകിയ എല്ലാ കൃപകൾക്കും നമ്മൾ നന്ദി പറയുന്നു. 19ാമത്തെ ബാച്ചിനെ അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുരക്തത്താൽ കഴുകി വിശദീകരിക്കണമേ. ലോകമെമ്പാടുമുള്ള മിസ്സിയോ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ലോക സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ യാചനകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലേറെ സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് മിസ്സിയോയുടെ 18ാം ബാച്ചിന്റെ ലാസ്റ്റ് സെഷനിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവതിരുനാമത്തിൽ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. യേശുവിനെ അറിയുക, യേശുവിനെ അനുഭവിക്കുക, യേശുവിൽ ജീവിക്കുക, യേശുവിനെ പ്രഘോഷിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്ത് മിസ്സിയോ ടീം നയിക്കുന്ന 18ാം ബാച്ചിന്റെ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ വിശുദ്ധ ബൈബിളിൽ ഉടനീളം പ്രതിപാദിച്ചിരിക്കുന്ന 7 നിത്യസത്യങ്ങളെ കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിച്ചു. മാമോദീസ സ്വീകരിച്ച നാം ഓരോ വ്യക്തിയുടെയും ദൗത്യമായ സുവിശേഷ പ്രഘോഷണമാണ് ചെയ്യേണ്ടതെന്ന സത്യം നാം ഇതിലൂടെ മനസ്സിലാക്കി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15ാം അധ്യായം 16ാം തിരുവചനത്തിൽ യേശു പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അതേ പ്രിയപ്പെട്ടവരെ, നാം 7 നിത്യസത്യങ്ങളെ കുറിച്ച് അറിയുവാൻ ഈ മിസ്സിയോ കൂട്ടായ്മയിൽ അംഗമായത് നമ്മുടെ രക്ഷകനായ ഈശോ നമ്മെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തതിനാലാണ്. അതിനാൽ യേശു പറഞ്ഞ ഈ തിരുവചനം നമുക്ക് ഹൃദയത്തിലേറ്റി ഒരു സുവിശേഷമായിക്കൊണ്ട് മറ്റുള്ളവർക്ക് സുവിശേഷമേകാനുള്ള യാത്രയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, ഇന്നത്തെ ഈ സമാപന സെഷൻ അനുഗ്രഹപ്രദമാക്കാൻ പരിശുദ്ധ മറിയത്തിന്റെ മധ്യസ്ഥതയിൽ ചൊല്ലിയ ജപമാല പ്രാർത്ഥനയിലൂടെയും മിസ്സിയോ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയും നമ്മെ നയിച്ച ജെസ്സി തോമസിനെയും കുടുംബത്തിനെയും ഏറെ നന്ദിയോടെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മനോഹരമായ പ്രാരംഭഗാനം പാടിയ സെലിൻ ജോസിനും വിശുദ്ധ ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ച നിഷ പോളിനും ഏറെ നന്ദി പറയുന്നു. അടുത്തത് നമ്മുടെ മിസ്സിയോയുടെ രക്ഷാധികാരിയും ചിക്കാഗോ രൂപതയുടെ ബിഷപ്പുമായ അഭിവന്ദ്യ മാർ ജോയി ആലപ്പാട്ട് പിതാവ്
തൻ്റെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കുവാനും സന്ദേശങ്ങൾ തരുവാനും നമ്മുടെ കൂട്ടായ്മയിൽ എത്താറുണ്ട്. പിതാവിനെ ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇന്നത്തെ ഈ സമാപന സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മൾക്ക് ആശംസകൾ തരുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട റവറൻ ഫാദർ മാത്യു പുതിയാത്തും റവറൻ ഫാദർ തോമസ് മേലേവട്ടത്തും ആണ്. ഈ രണ്ട് അച്ഛന്മാരും പലപ്പോഴും നമുക്ക് സന്ദേശങ്ങളും ആശംസകളും നൽകുന്നതിനായി നമ്മുടെ കൂട്ടായ്മയിൽ എത്താറുണ്ട്. രണ്ട് അച്ഛന്മാരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മോടൊപ്പം എപ്പോഴുമുള്ള നമ്മുടെ ആനിമേറ്റർ അച്ഛൻ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒപ്പത്തിനൊപ്പം നിന്ന് ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛൻ ഏറെ സ്നേഹത്തോടുകൂടെ പ്രാർത്ഥനയിലൂടെ നമ്മെ അനുഗ്രഹിക്കുന്നതിനായി ഇന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന മിസ്യോ കൂട്ടായ്മയുടെ സാരഥിയും സ്വയം സുവിശേഷമായിക്കൊണ്ട് മറ്റുള്ളവർക്ക് സുവിശേഷമാകാൻ എല്ലാ കാര്യങ്ങളിലും നേതൃത്വം നൽകുന്ന സുസ്മേരവതിയും പുഞ്ചിരിക്കുന്ന മുഖവുമായി എല്ലാവരെയും സ്വീകരിക്കുന്ന ആലീസ് കുട്ടി ചേച്ചി എന്ന് ഞാൻ വിളിക്കുന്ന പ്രൊഫസർ CC ആലീസ് കുട്ടിയെയും ഒപ്പത്തിനൊപ്പം എല്ലാ കാര്യങ്ങളിലും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന ടോമിച്ചൻ പുല്ലങ്കാവൽ ബ്രദറിനെയും ഒത്തിരി സന്തോഷത്തോടെ ഈ സെഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മിസ്സിയോയുടെ നന്ദി പ്രകാശിക്കുന്നതിനായി മിസ്സിയോയുടെ കോഴ്സിന്റെ മെയിൻ കോർഡിനേറ്ററായ ബീന മാത്യുവിനെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും, അതായത് റിസോഴ്സ് ടീം അംഗങ്ങൾ, കോർഡിനേറ്റേഴ്സ്, മെന്റേഴ്സ് എന്നിവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം മിസ്സിയോയുടെ 18ാം ബാച്ചിലെ ഓരോ മക്കളെയും തങ്ങളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ വിവിധ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും വിവിധ സമയങ്ങളായിരുന്നിട്ട് പോലും വളരെ തീഷ്ണതയോടെയും 7 നിത്യസത്യങ്ങൾ മനസ്സിലാക്കുവാൻ ഈ കോഴ്സിൽ പങ്കെടുക്കുകയും ചെയ്ത എല്ലാ മക്കളെയും, അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടിരിക്കുന്ന എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ കഴിഞ്ഞ 10 ആഴ്ചത്തെ മിസ്സിയോ കോഴ്സിൽ കൂടിയ ഏതാനും പേരുടെ മിസ്സിയോയിൽ വന്നതിന് ശേഷമുള്ള അവരുടെ അനുഭവം പങ്കുവയ്ക്കുന്നതിന് നമുക്ക് കേൾക്കാം. അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായി വളരെ താല്പര്യത്തോടെ എത്തിയിരിക്കുന്നത് ബെറ്റി വർക്കി, ഷൈനി ജെയിംസ്, ആനി തോമസ്, റോസമ്മ ജോബ്, ആൻസി ജോയ്, ഡോക്ടർ ടെൻസി അനിൽ, ഗീത ജോസഫ്, ത്രേസ്യാമ്മ കുര്യൻ എന്നിവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. തങ്ങളുടെ അനുഭവം പങ്കുവെക്കുന്നത് നമ്മൾക്ക് കേൾക്കാം. ആദ്യമായി അനുഭവം പങ്കുവയ്ക്കുവാൻ USA-യിൽ നിന്നുള്ള ബെറ്റി വർക്കിയെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ബെറ്റി ജോയി. ഞാൻ USA-യിൽ താമസിക്കുന്നു. ഇവിടെ ഡാളസ് സെയിന്റ് അൽഫോൻസ കാത്തലിക് ചർച്ച് അംഗമാണ്. ഭർത്താവ്, 2 പെൺമക്കൾ അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. മൂത്ത മകൾ കല്യാണം കഴിച്ച് കുടുംബമായി താമസിക്കുന്നു. ഇളയ മകൾ പഠനം കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിച്ചു. ഞങ്ങൾക്ക് 2 കൊച്ചുമക്കളുണ്ട്. ഈ മിസ്സിയോ പ്രിലിംസ് കോഴ്സിൽ ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഞങ്ങളുടെ ഒരു റിലേറ്റീവായ ജിൽബി സുഭാഷ് ആണ് ഇതിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചത്. ജിൽബിയെ സ്നേഹത്തോടെ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. കോഴ്സിൽ ചേർന്നതിന് ശേഷം ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്തു. വിശദാംശങ്ങളെല്ലാം വിശദമായി കേട്ടു, ശ്രദ്ധിച്ചു. വേർഡ് ഓഫ് ദ ഡേ റിഫ്ലക്ഷൻ, വീക്ക്ലി റിഫ്ലക്ഷൻ, സാറ്റർഡേ ക്ലാസ്, അതിൻ്റെ റിഫ്ലക്ഷൻ, ഇതെല്ലാം ഒരു ബുദ്ധിമുട്ടാകുമോ എന്ന് എൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയി. ഒന്നും പരിചിതമില്ലാത്ത സംഗതികളാണല്ലോ. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അധികം താമസിച്ചില്ല, ഗ്രൂപ്പിലെ ഒരു മെന്റർ ഇങ്ങനെ പറഞ്ഞു, എല്ലാം കേട്ടിട്ട് ബുദ്ധിമുട്ടാണ് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് എങ്കിൽ പേടിക്കണ്ട, 2 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം ഭംഗിയായി ചെയ്യാൻ കഴിയും. അവരുടെ വാക്കുകൾ എനിക്ക് പ്രചോദനവും വളരെ ആശ്വാസവുമായി. പിന്നീട് വരുന്ന ആഴ്ചകളിലെ മീറ്റിങ്ങുകളിൽ എല്ലാം ഞാൻ പങ്കെടുത്തു. മെമ്പേഴ്സും കോർഡിനേറ്റേഴ്സും മെന്റേഴ്സും എല്ലാവരും
ഞങ്ങളെ മുൻപോട്ട് സജീവമായി നയിച്ചു. ഏൽപ്പിച്ച ജോലികൾ ഒക്കെ ഞാൻ അറിയാവുന്ന വിധം ഭംഗിയായി നിർവഹിച്ചു. നമ്മുടെ ചെറിയ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവർ അവസരം നൽകി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എങ്കിൽ മെമ്പേഴ്സ്, കോർഡിനേറ്റേഴ്സ്, മെന്റേഴ്സ് തന്ന പ്രോത്സാഹനം മാത്രമാണ്. അവരോടുള്ള എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുവാൻ ഞാൻ ഈ പ്ലാറ്റ്ഫോമും അവസരവും ഉപയോഗിക്കുന്നു. ദിവസേനയുള്ള വചനവിചിന്തനം, എല്ലാവരുടെയും ഷെയറിങ്, അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. അവരുടെ ആശയങ്ങൾ, അവതരണ രീതികൾ എല്ലാം മനസ്സിലാക്കാൻ ഉള്ള ഒരു വേദിയായിരുന്നു. കോർഡിനേറ്റേഴ്സ് എല്ലാ മെമ്പേഴ്സിനെയും വിവിധ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു മുൻനിരയിലേക്ക് കൊണ്ടുവന്നു. എല്ലാറ്റിനും ഉപരി വചനം പഠിക്കുവാനുള്ള ഒരു തീക്ഷ്ണമായ ആഗ്രഹം എന്നിൽ ഉടലെടുത്തു. എല്ലാ ആഴ്ചകളിലും പ്രെയർ പാർട്ട്നേഴ്സിനെ വിളിക്കുക, പ്രാർത്ഥനാ വിഷയങ്ങൾ കൈമാറുക, അങ്ങനെ മെമ്പേഴ്സുമായിട്ട് കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഈ മിസ്യോയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഈ 7 നിത്യസത്യങ്ങളെ പറ്റിയുള്ള ആഴമായ ബോധ്യം ഉണ്ടായത്. ലോകരക്ഷകനും ഏകരക്ഷകനുമായ ദൈവത്തിന്റെ അപരിമേയ സ്നേഹം മനുഷ്യ മക്കൾക്ക് അനുഭവവേദ്യമാകാത്തതിന് കാരണം നമ്മുടെ പാപാവസ്ഥയാണെന്നും, അതുകൊണ്ട് നാം പാപത്തെ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് വിശ്വസിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒരു കൂട്ടായ്മയിൽ നമ്മുടെ സഭയുടെ ദൗത്യമായ വചനപ്രഘോഷണം നമ്മുടെ കടമയാണ്, അത് നടത്തണമെന്നുള്ള ഉൾക്കാഴ്ച ലഭിച്ചു. അതെ, മാമോദീസ സ്വീകരിച്ചു ഓരോ ക്രിസ്ത്യാനിയുടെയും കടമയാണ് സുവിശേഷ പ്രഘോഷണം. 1 കൊറിന്തോസ് 9:16 വചനം ഇങ്ങനെ പറയുന്നു: ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു എങ്കിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. ഞാൻ അത് ചെയ്യുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം. അതുകൊണ്ട് നാം എല്ലാവരും സുവിശേഷമാകാനും സുവിശേഷം ഏകാനും വിളിക്കപ്പെട്ടവരാണ് എന്ന് വ്യക്തമായി മനസ്സിലായി. ഈശോ നേടിത്തന്ന ഈ രക്ഷയുടെയും സ്വർഗരാജ്യത്തിന്റെ അനുഭവം മനസ്സിലാക്കുവാൻ എന്നെയും വിളിച്ചതിനെ ഓർത്ത്, തെരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇത് ഞാൻ തെരഞ്ഞെടുത്തതല്ല, അവിടുന്ന് എന്നെ തെരഞ്ഞെടുത്തതാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയും ശക്തിയുമാണ്. ആ പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ നാം പ്രശോഭിതരാകുകയും അത് മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകുകയും ചെയ്യും. അനേക മക്കൾ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്നേഹപിതാവായ ദൈവം എല്ലാ മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു ബെറ്റി വർക്കി. നമ്മളുടെ തൻ്റെ അനുഭവം, മിസ്യോയിൽ വന്നിട്ടുള്ള തൻ്റെ അനുഭവം പങ്കുവച്ചതിന് ബെറ്റിക്ക് ഒത്തിരി നന്ദി പറയുന്നു. അടുത്തത് മെന്റർ ഷൈനി ജെയിംസിനെ ക്ഷണിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷൈനി, സ്ഥലം ചങ്ങനാശ്ശേരി, കുടുംബം ഹസ്ബൻഡ്, 3 മക്കൾ. 2 പേര് ചെറിയ ജോലി ചെയ്യുന്നു. ഒരാൾ ബികോം 3rd ഇയർ പഠിക്കുന്നു. ഞാൻ ആദ്യമായി മിസ്യോയിൽ ചേരുന്നത് 2021-ലാണ്. ഈ കോഴ്സിൽ എന്നെ ഏറെ ആകർഷിച്ചത് വചനവിചിന്തനമായിരുന്നു. ഈ കോഴ്സിന് ശേഷം കർത്താവ് എന്നെ ഒരു ബൈബിൾ റീഡിംഗ് ശുശ്രൂഷ ചെയ്യുവാൻ അനുഗ്രഹിച്ചു. അതിനുശേഷം 16ഉം 17ഉം ബാച്ചിൽ ഞാൻ ചേർന്നു. ഈ 2 പ്രാവശ്യവും എനിക്ക് ഒരേ മെന്ററുടെ കീഴിൽ ചേരുവാനും ഞങ്ങൾ 5 പേര് ഒന്നിച്ച് വളരെ ദൈവാനുഭവമുള്ള 5 പേരുടെ കൂടെ ആകുവാനും സാധിച്ചു. അതിനുശേഷം 17ആം ബാച്ചിൽ എന്നെ 18ആം ബാച്ചിലേക്ക് മെന്ററായി തെരഞ്ഞെടുത്തു. അപ്പോൾ എനിക്ക് മെന്ററാകാൻ അത്ര ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ ഈ 3 മെന്റേഴ്സ് ഒരേപോലെ എന്നെ സെലക്ട് ചെയ്തുകൊണ്ട് അതൊരു ദൈവഹിതമായിട്ട് ഞാൻ കരുതി ഞാൻ ആ ശുശ്രൂഷ ഏറ്റെടുത്തു. പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നത് 17ആം ബാച്ചിൽ 3 മെന്റേഴ്സ് ഉണ്ട്. മെയിൻ മെന്ററാണ് മീറ്റിങ്ങിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. 2 പേരും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിന്നാൽ മതിയല്ലോ എന്ന്. എന്നാൽ ഞാൻ 18ആം ബാച്ചിൽ മെന്ററായി വന്നപ്പോൾ എനിക്ക് എൻ്റെ സഹമെന്ററിന്റെ ഫോൺ ഹാക്ക് ചെയ്യുകയും അദ്ദേഹം ആ ശുശ്രൂഷ ഏറ്റെടുക്കാൻ പറ്റാത്ത ഒരു വലിയ വേദനയുടെ അവസ്ഥയിലൂടെ കടന്നു പോവുകയും ചെയ്തു.
എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു വല്ലാത്ത അവസ്ഥ. ഞാൻ ബാച്ച് 17 എൻ്റെ മെന്ററെ വിളിച്ചു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, സാരമില്ല, വിഷമിക്കേണ്ട, കർത്താവ് നന്നായിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ നല്ല രീതിയിൽ ആശ്വസിപ്പിച്ചു. പക്ഷെ എനിക്ക് ഫസ്റ്റ് മീറ്റിംഗിന്റെ ദിവസം അടുക്കത്തോറും നല്ല ടെൻഷനായിരുന്നു. എങ്ങനെ ഈ ഗ്രൂപ്പിനെ ഇൻട്രോഡ്യൂസ് ചെയ്യും എന്ന ഒരു വേദന എൻ്റെ ഹൃദയത്തിലിരുന്നു. ഞാൻ ആ വേദനയോടെ കർത്താവിന്റെ മുന്നിൽ ഇരുന്ന് കരഞ്ഞു. ഏതായാലും അത്യാവശ്യം നല്ല ഒരുക്കത്തോടെയൊക്കെ ഞാൻ ഈ ഒരു ഫസ്റ്റ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഉള്ള ഒരു തീരുമാനത്തിലിരുന്നു. പക്ഷെ കർത്താവ് ഇറങ്ങി വന്ന് ആ മീറ്റിംഗിൽ എന്നെ നയിച്ചു. അതെനിക്കൊരു വലിയ ബോധ്യം തന്നത് ഇതാണ്, കർത്താവ് നമുക്കൊരു ദൗത്യം ഏൽപ്പിച്ചാല് തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പിന്നീടുള്ള എല്ലാ ആഴ്ചകളിലും കർത്താവ് അത്ഭുതകരമായിട്ട് മീറ്റിംഗ് നയിക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചു. എന്നാൽ മുന്നോട്ടുള്ള ചില വഴികളിലൊക്കെ കുറെ വിഷമങ്ങൾ ഉണ്ടായി. പിന്നീട് പരിശുദ്ധാത്മ അഭിഷേക ക്ലാസിന്റെ ശേഷം, ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങളുടെ ഗ്രൂപ്പില് നല്ല മാറ്റങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചു. എല്ലാവരും തന്നെ നല്ല രീതിയിൽ ക്ലാസ് റിഫ്ലക്ഷൻ ചെയ്യാൻ തുടങ്ങി. തീരെ മുമ്പോട്ട് വരില്ല എന്ന് ഞാൻ കരുതുന്നവര്, അവരിലൊക്കെ നല്ല മാറ്റം. അവര് വചനം പഠിക്കാൻ തീരുമാനിച്ചു, വീണ്ടും കോഴ്സിൽ തുടരാൻ തീരുമാനിച്ചു. അതുപോലെ ഗ്രൂപ്പിലെ ഡ്യൂട്ടികളൊക്കെ ഏറ്റെടുക്കാനുള്ള ഒരു തീരുമാനം. അതുപോലെ അവരിലൊക്കെ ഒരു പ്രത്യേക സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ എനിക്ക് കാണാൻ സാധിച്ചു. ഈ ഗ്രൂപ്പിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, എല്ലാ ദിവസവും വചനം വിചിന്തനം ചെയ്യണം. വചനത്തിലൂടെ മാത്രമേ നമുക്ക് ശുശ്രൂഷ ജീവിതത്തിൽ വളർച്ചയും നിലനിൽപ്പും ഉള്ളൂ. മിശിഹായിൽ വരുന്നതിന് മുമ്പ് എൻ്റെ ചിന്ത ഇങ്ങനെയായിരുന്നു, ലോകം മുഴുവൻ മധ്യസ്ഥം വഹിച്ച് ഒരു വിശുദ്ധ ജീവിതം, മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ച് നല്ലൊരു വിശുദ്ധ ജീവിതം നയിക്കണം. എന്നാൽ മിശിഹായിലൂടെയാണ് സുവിശേഷ പ്രഘോഷണം നമ്മുടെ കടമയാണ് എന്ന ബോധ്യം എനിക്ക് കിട്ടിയത്. ഞാൻ മന്ററായതിനു ശേഷം ഞാൻ പ്രാർത്ഥിക്കുകയും വചനം ഗ്രൂപ്പിൽ പങ്കുവെക്കുകയും ചെയ്തപ്പോൾ ഗ്രൂപ്പ് അംഗങ്ങളിൽ വന്ന മാറ്റം, എൻ്റെ സഹമെന്ററിന്റെ പ്രോഗ്രസ്, ഇതൊക്കെ എനിക്ക് കാണാൻ സാധിച്ചു. ഈ ഗ്രൂപ്പ് ആത്മീയ മേഖലയിൽ നമ്മെ വളരാൻ സഹായിക്കുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ആലിസ് കുട്ടിയാണ്ടി തുടങ്ങി വെച്ച ഈ ഒരു ദൗത്യം നമ്മൾ ഈശോയുള്ള സ്നേഹത്തെ പ്രതി ഏറ്റെടുക്കണം. അതുപോലെ ഇത് അനേകരിൽ എത്തിക്കണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അതുപോലെ ഈ ഗ്രൂപ്പിലായിരിക്കുമ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. അതുപോലെ ദൈവത്തിന്റെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നു. പിന്നെ വചന വിചിന്തനം ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ, നമുക്ക് ഓരോ ദിവസവും ഉണ്ടാകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെയൊക്കെ എനിക്ക് ഈ ഗ്രൂപ്പിലൂടെ ഒരുപാട് വളർച്ച, അതായത് നമ്മളുടെ പാപാവസ്ഥകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുവാൻ, ആത്മീയ മേഖലയിൽ കുറച്ചുകൂടെയൊക്കെ വളരുവാൻ എനിക്ക് ഈ ഗ്രൂപ്പ് എന്നെ സഹായിക്കുന്നുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഷൈനി തന്റെ അനുഭവം പങ്കുവച്ചതിന് ഷൈനിക്ക് ഒത്തിരി നന്ദി പറയുന്നു. അടുത്തതായി മിസ്സിയോ എക്സ്പീരിയൻസ് ഷെയറിങ്ങിനായിട്ട് ആനി തോമസിനെ ക്ഷണിക്കുന്നു. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആനി തോമസ്. മിസ്സിയോ പ്രിഗ്ലീസ് 18th ബാച്ച് സബ് ഗ്രൂപ്പ് 5 അംഗമാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ മുക്കുപ്പ ലൂർദ് മാതാ ചർച്ചാണ് എൻ്റെ ഇടവക. എനിക്ക് ഭർത്താവും 3 മക്കളുമാണുള്ളത്. ഞാനൊരു അങ്കണവാടി ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. ഒപ്പം PLO ഡ്യൂട്ടിയും തയ്യലുമുണ്ട്. ഞാൻ മിസ്സിയോയിൽ വന്നത് ജെയിംസ് വേഴമ്പത്തോട്ടത്തിൽ അച്ഛൻ മുഖേനയാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് ഒത്തിരിയേറെ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്ന് പോലും ചിന്തിച്ചിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എൻ്റെ ജോലികളും വീട്ടിലെ ജോലിയും എല്ലാം കൂടെ എനിക്ക് വലിയൊരു ഭാരമായിരുന്നു. ഇതെല്ലാം എപ്പോൾ ചെയ്തു തീർക്കുമെന്നുള്ളൊരു ചിന്ത എന്നെ വല്ലാതെ അലട്ടിയിരുന്നു. അതുമല്ല, ഒരു ജോലിയെ സമയത്ത് പൂർത്തീകരിക്കുവാനും കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് മിസ്സിയോയുടെ ലിങ്ക് ലഭിച്ചത്. എന്തായാലും ഞാൻ ജോയിൻ ചെയ്തു. അത്ര താല്പര്യത്തോടെയൊന്നുമല്ലായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. ആദ്യത്തെ ക്ലാസ് കഴിയുന്നത് വരെ ലെഫ്റ്റ് ആയാലോ എന്ന് പലവട്ടം ഞാൻ ചിന്തിച്ചിരുന്നു. എപ്പോഴാണ് എനിക്ക് മാറ്റം വന്നതെന്ന്
ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. എല്ലാ ദിവസവുമുള്ള വചനവിചിന്തനം എന്നെ മുന്നോട്ട് നയിക്കാൻ സഹായിച്ചു. അതുപോലെ പ്രയർ പാർട്ട്നേഴ്സ്, നമ്മുടെ പ്രാർത്ഥനാവശ്യങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നതിന് പല സ്ഥലങ്ങളിലും പല സാഹചര്യങ്ങളിലും ഉള്ളവരാണെങ്കിലും സ്ഥാനമാനങ്ങളോ വലിപ്പ ചെറുപ്പമോ ഒന്നുമില്ലാതെ എല്ലാവരും ഒരു വീട്ടിലെ അംഗങ്ങളെ പോലെ, അതും എന്നെ ഒത്തിരി സ്വാധീനിച്ചു. പിന്നെ അഭിഷേക പ്രാർത്ഥന. അഭിഷേക പ്രാർത്ഥനയുടെ സമയത്ത് എനിക്ക് വലിയൊരു സന്തോഷം അനുഭവപ്പെട്ടു. അന്ന് അങ്ങനെ കഴിഞ്ഞു. സാധാരണ രാവിലെ ഉണരുമ്പോൾ ആദ്യം വരുന്ന ചിന്ത ഈ ജോലികളൊക്കെ എപ്പോൾ ചെയ്തു തീർക്കും, എങ്ങനെ ചെയ്തു തീർക്കും എന്നുള്ളതായിരുന്നു. അഭിഷേക പ്രാർത്ഥന കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഒരു ടെൻഷനും എന്നെ അലട്ടിയില്ല. ജോലികളൊക്കെ തീർത്ത് പെട്ടെന്ന് തന്നെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റി. സാധാരണ രാവിലെ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഒരു മടുപ്പാണ്. ഞാൻ ജോലി ചെയ്യുന്നത് നല്ല പ്രകൃതി സൗന്ദര്യമൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷെ ഒരിക്കൽ പോലും എനിക്കതങ്ങനെ തോന്നിയിട്ടില്ല. 2.5 വർഷമായി ഞാൻ അവിടെ ജോയിൻ ചെയ്തിട്ട്. അന്ന് രാവിലെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ പുതുതായി ഒരു സ്ഥലത്ത് ചെന്നതുപോലെ, ഇത്രയ്ക്കും പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. സാധാരണ ചെന്നാൽ മടുപ്പ്, ക്ഷീണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സമയം ഇരിക്കും. പക്ഷെ അന്ന് അങ്ങനെയൊന്നും ഉണ്ടായില്ല. അന്ന് മുതൽ ഒരു മടുപ്പുമില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. ഇലക്ഷൻ എടുത്തുകൊണ്ട് BLO ഡ്യൂട്ടിയും ഒത്തിരിയേറെ ജോലികളാണ്. 1.5 മാസമായി ചെയ്തു തീർക്കാൻ പറ്റാതെ പെൻഡിങ് ഇട്ടിരുന്ന ജോലി 1.5 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിച്ചു. എൻ്റെ ജോലിയോടുള്ള മടുപ്പൊക്കെ കണ്ടിട്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടി എപ്പോഴും പറയുമായിരുന്നു, ടീച്ചർ ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും, ഓഫീസിൽ നിന്ന് വിസിറ്റേഴ്സ് ഒക്കെ വന്നാൽ പ്രശ്നമാവില്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു തീർക്കാന്ന് പറയുമായിരുന്നു. അവളൊരു ഹിന്ദുക്കുട്ടിയാണ്. സാധാരണ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഞാൻ അവളുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. മിസിയോ കോഴ്സ് കൂടുന്നതും അവളോട് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് വ്യത്യാസം വന്നപ്പോൾ അവൾക്കും വിശ്വാസം വന്നു. കഴിഞ്ഞ ദിവസം ഓഫീസിൽ നിന്ന് വിസിറ്റ് വന്നു. സാധാരണ വരുമ്പോൾ പോരായ്മകളാണ് എപ്പോഴും പറയാറുള്ളത്. പക്ഷെ ഏകദേശം ചെയ്യേണ്ട ജോലികളൊക്കെ ഒരാഴ്ച കൊണ്ട് ചെയ്തു തീർത്തുക. അങ്കണിവാടിയൊക്കെ ഒന്ന് മോടിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓഫീസിൽ വന്ന് കണ്ട ആകപ്പാടെ എന്താ ഒരു മാറ്റം, ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ടാണ് കയറി വന്നത്. അപ്പൊ ഞാൻ സംസാരിച്ചു തുടങ്ങുന്നതിന് മുന്നേ തന്നെ എൻ്റെ കൂടെയുള്ളയാളാണ് സംസാരിച്ചു തുടങ്ങിയത്. ടീച്ചർ എന്തോ ഒരു കോഴ്സ് കൂടുന്നുണ്ട്, ആ കൂടി കഴിഞ്ഞപ്പോൾ വന്ന വ്യത്യാസമാണ് ഇതെന്ന് പറഞ്ഞത്. അപ്പൊ എൻ്റെ സൂപ്പർവൈസർ ഹിന്ദുവും ഓഫീസർ ക്രിസ്ത്യനുമാണ്. ഓഫീസർ ഇതിനെക്കുറിച്ച് ചോദിച്ചു. ഞാൻ മേഡത്തിനോട് മിസിയോയെ കുറിച്ച് എനിക്കറിയാവുന്നതുപോലെ പറഞ്ഞു കൊടുത്തു. അടുത്ത ബാച്ചിന്റെ ലിങ്ക് ഷെയർ ചെയ്യാമെന്നും പറഞ്ഞു. അതുപോലെ 4 പേരെ മുന്നിൽ കണ്ടാൽ നേരെ നിന്ന് സംസാരിക്കാൻ ഒരു ധൈര്യം കിട്ടില്ലായിരുന്നു. ഇപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും മാറിക്കിട്ടി. പിന്നെ അതുപോലെ തന്നെ ആ ടെൻഷൻ എപ്പോഴും ഉണ്ടായിരുന്ന ആ സങ്കടം, അതൊന്നും എനിക്കിപ്പോൾ ഇല്ല. എന്ത് കാര്യം വന്നാലും ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു ധൈര്യം എനിക്ക് മനസ്സിൽ വന്നു. ഇപ്പൊ എന്ത് വലിയ പ്രശ്നങ്ങൾ വന്നാലും സങ്കടം എന്ന് പറയുന്ന ഒരു കാര്യം എനിക്കില്ല. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം പ്രകാരം പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തതെന്ന്. മിസിയോയിൽ ഒരംഗമാകുവാൻ എന്നെ തിരഞ്ഞെടുത്ത ദൈവത്തിന് ഒത്തിരിയേറെ നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. താങ്ക് യു ആനി. തൻ്റെ പരിശുദ്ധാത്മാഭിഷേകത്തിലൂടെ തൻ്റെ വ്യക്തി ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും വന്ന അത്ഭുതകരമായ മാറ്റം പങ്കുവച്ചതിന് വളരെ നന്ദി പറയുന്നു. അടുത്തതായി നമ്മുടെ രക്ഷാധികാരിയും ചിക്കാഗോ രൂപതയുടെ ബിഷപ്പുമായ അഭിവന്യ മാർ ജോയ് ആലപ്പാട്ട് പിതാവ് നമുക്ക് സന്ദേശം നൽകുന്നതിനായി ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചേച്ചി ജോയ് പിതാവ് ഇല്ല കേട്ടോ, വന്നിട്ടില്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അടുത്തതായി മിസിയോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിനായി റോസമ്മ ജോബിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. റോസമ്മ ജോബ്. റോസമ്മ ജോബ് എത്തിയിട്ടില്ല. അടുത്തത് നമുക്ക് മിസിയോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിനായി ആൻസി ജോയിയെ ക്ഷണിക്കുന്നു. Praise the Lord. I'm Ansi from subgroup 10. I'm a homemaker and my family includes my mother, my husband, and our 3 children. I am also a member of St. Mary's Church, Nileshwar, Kasaragod district. I've started my Missio journey from batch 17, and today I'm happy to share a few beautiful changes that have taken place in me
during this wonderful journey. First change is the attitude of gratitude. Earlier, I used to take many things for granted. I never noticed the small blessings that God gave me each day. But now I have learned to thank God for even the smallest thing, a smile, a kind word, good health, and a moment of peace. The second change is in how I read the Bible. Before, I used to read it just as words, but now I feel that every verse carries a special message for me. Through each line, God speaks, guides, and shows me the right direction in life. Another blessing is the word of the day. I eagerly wait to read it and share my thoughts. When I listen to what others say, I get a deeper understanding of God's word. It is so beautiful to learn together and experience God's love through one another. Our subgroup meeting feels like a big family gathering. Each person brings something unique, not food, but spiritual nourishment that fills our heart. We share, laugh, and learn together. It gives us so much joy and strength, making our faith grow stronger every day. The Saturday classes have also helped me to grow closer to God. Each session is like a water that gives life to a plant that was once dry. The faith that was weak inside me is now becoming strong again, especially through the teaching on the 7 eternal truths. Along with that, our prayer partner time has given me deep insight into how the Lord works in each of our lives, showing us His miraculous help, care, and love in a wonderful way. Through my Missio journey, I have learned to live with hope, to serve with love, and to see God's presence in every moment of life. Thank you all for being the part of this beautiful journey with me. May God bless us all to keep growing together in faith and love. Thank you. താങ്ക് യു ആൻസി. തനിക്ക് കിട്ടിയ അനുഭവം പങ്കുവച്ചതിന് ആൻസിക്ക് ഒത്തിരി നന്ദി പറയുന്നു. അടുത്തതായി മിസ്സിയോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിനായി ഡോക്ടർ ടെൻസി അനിലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ഒരു 10 ആഴ്ച വളരെ ദൈവാനുഗ്രഹപ്രദമായ ദിവസങ്ങളാണ് കടന്നുപോയത്. ഞാൻ ടെൻസി അനിൽ സബ് ഗ്രൂപ്പ് 10ന്റെ മെന്ററായിരുന്നു. എന്നോടൊപ്പം രജിത്തും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 14 പേരാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും തന്നെ ആക്റ്റീവായിട്ട് വചനവിചിന്തനം ചെയ്യാനും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും പ്രെയർ പാർട്ട്ണറെ വിളിക്കാനും ഒക്കെ വളരെ ഉത്സാഹത്തോടെ എല്ലാവരും ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലൊക്കെ സജീവമായിരുന്നു. അപ്പം എനിക്ക് തന്നെ മറ്റുള്ളവരോട് സംസാരിക്കാനും സാധിക്കുമെന്നും പ്രാർത്ഥനാപരമുണ്ടെന്നൊക്കെ കുറെ തിരിച്ചറിവുകൾ ഈ മെന്ററായി വർക്ക് ചെയ്ത ഈ 10 ആഴ്ച കാലത്ത് എനിക്ക് മനസ്സിലായി. നമ്മുടെ ഓരോ വാക്കിനും ഓരോ പുഞ്ചിരിക്കും മറ്റുള്ളവരിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്നും അത് അവരർഹിക്കുന്നുവെന്നും എനിക്ക് മനസ്സിലായി. ഈശോ നമ്മളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ തന്നെയാണെന്ന്. ശരിക്കും ഒരു ദൈവരാജ്യ അനുഭവമായിരുന്നു ഈ കഴിഞ്ഞ 10 ആഴ്ചകളിൽ എനിക്ക് ഫീൽ ചെയ്തത്. ഈ എല്ലാവരും പരസ്പരം കാര്യങ്ങൾ അന്വേഷിക്കുവാനും മറ്റുള്ളവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുവാനും നമ്മളിലുള്ള നല്ല കഴിവുകൾ വളർത്തിക്കൊണ്ടുവരുവാനും ഈ മെന്ററായിരുന്ന സമയത്ത് എനിക്ക് സാധിച്ചു. അതുപോലെ എൻ്റെ കോ മെന്ററായിരുന്ന രജിത്ത് എല്ലാ കാര്യത്തിലും വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു. എപ്പോഴും ചേച്ചി എന്ന് വിളിച്ച് എല്ലാ കാര്യങ്ങളും ഓർമ്മിപ്പിക്കുകയും എല്ലാവരെയും ഒത്തൊരുമയോടെ കൊണ്ടുപോകാനും സാധിച്ചു. പ്രത്യേകമായി ആലിസൂട്ടി ആന്റിയെയും ടോമിച്ചൻ ബ്രദറിനെയും ബാക്കി എല്ലാ കോർഡിനേറ്റേഴ്സിനെയും ഞാൻ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ജെസി ചേച്ചിയും ടോജിയും ഒക്കെ ആണെങ്കിലും നല്ല സപ്പോർട്ട് തന്നു. അപ്പോൾ സുവിശേഷം 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സുവിശേഷം പ്രസംഗിക്കുക, സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ നമ്മുടെയൊക്കെ ഏറ്റവും പ്രധാനമായ ഉത്തരവാദിത്വം മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലൂടെയും നമ്മുടെ പ്രവൃത്തിയിലൂടെയും
എല്ലാം അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ അടുത്ത ബാച്ചിലേക്കാണെങ്കിലും കൂടുതൽ ആൾക്കാരെ ചേർക്കുവാനും അതുപോലെ മിസ്സിയോ ഫിസിക്കൽ കോഴ്സ് കൂടി കൂടുതൽ ഡെപ്തിൽ ഈ മിസ്സിയോ അനുഭവം അനുഭവിക്കാനും എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ടെൻസി. മിസ്സിയോ അനുഭവം ഷെയർ ചെയ്തതിന് ഒത്തിരി നന്ദി പറയുന്നു. അടുത്തതായി മിസ്സിയോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിനായി റോസമ്മ ജോബിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. റോസമ്മ ജോബ് ഇതിലുണ്ടോ? എത്തിയിട്ടുണ്ടോ? ഉണ്ട്, ആള് ഓൺലൈൻ ഉണ്ട്. റോസമ്മ അടുത്ത പരിപാടി പിന്നെ വിളിക്കാമല്ലേ? റോസമ്മ ജോബ് മിസ്സിയോ അനുഭവം പങ്കുവയ്ക്കുന്നതിന് റോസമ്മ ജോബിനെ ക്ഷണിക്കുന്നു. ശ്രമിച്ചായിരിക്കട്ടെ. എൻ്റെ പേര് റോസമ്മ ജോബ്. വീട് ചങ്ങനാശ്ശേരിയാണ്. ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം 18 വർഷം മുമ്പ് മരിച്ചുപോയി. ഞങ്ങൾക്ക് 2 മക്കളാണ്, ഒരു മകനും ഒരു മകളും. മകന് ഭാര്യയും നാട്ടിൽ ജോലി ചെയ്യുന്നു, മകളും ഭർത്താവും വിദേശത്ത് ജോലി ചെയ്യുന്നു. എന്നെ ഈ മിസ്സിയോയിലേക്ക് കൊണ്ടുവന്നത് ബീന മാത്യു ആണ്. എന്നോട് പറഞ്ഞു ഒരു 10 ആഴ്ചത്തെ കോഴ്സാണ്, അത് ഓൺലൈൻ കോഴ്സാണ്, ഒരാഴ്ച 2 ദിവസമേ ഉള്ളൂ, അപ്പൊ അതിന് ചേരണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഓൺലൈൻ കോഴ്സായി നമ്മൾ ചേർന്നാലും ഇല്ലെങ്കിലും ഇതിപ്പോ ആരറിയുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ബീനയോടൊരു നോ പറയാൻ പറ്റാത്തോളം ഞാൻ പറഞ്ഞു യെസ്. അങ്ങനെയാണ് ഞാൻ ഈ കോഴ്സിൽ ചേർന്നത്. ആദ്യത്തെ കോഴ്സ് ദിവസം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷെ 7 നിത്യസത്യങ്ങളെ പറ്റി കേട്ടപ്പോൾ അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. കാരണം നമ്മൾ ഈ നിത്യസത്യങ്ങളൊക്കെ നമുക്കറിയാം, പക്ഷെ ഇതിന് ഇത്ര മാത്രം ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അദ്ദേഹം പേനയും ബുക്കൊക്കെ എടുത്ത് ഞാനത് എഴുതി വെച്ചു. അപ്പൊ എനിക്ക് സമാധാനമായി. ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മള് ശരിക്കും ഒരു ശ്രോതാവായാൽ മതി, വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ചൊവ്വാഴ്ചത്തെ മീറ്റിംഗ് വന്നപ്പോഴാണ് മനസ്സിലായത് ഒരു ശ്രോതാവ് കൊണ്ട് മാത്രം തീരുന്നതല്ല ഈ പരിപാടി. മെന്റർമാരുടെ സ്നേഹനിർഭരമായ ഉപദേശങ്ങൾക്കൊക്കെ വഴങ്ങി നമ്മൾ ഓരോ ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുക്കേണ്ടി വന്നു. ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ അതൊക്കെ സന്തോഷമായിട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് ഏറ്റവും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇതിനകത്തെ വചനവിചിന്തനമാണ്. ഓരോ ദിവസവും ഓരോ നിത്യസത്യത്തെ ആസ്പദമാക്കി ഓരോ ആഴ്ചയിലും അതൊരു പുതിയ ഉൾക്കാഴ്ച നമുക്ക് തന്നു. അപ്പൊ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ട് വന്ന് നോക്കും, ഇന്ന് എന്താണ് വചനം കിട്ടിയിരിക്കുന്നത്, അത് വായിച്ചു നോക്കും. പിന്നെ എൻ്റെ മനസ്സിൽ അതങ്ങനെ പറഞ്ഞു നോക്കി, എഴുതി നോക്കി, റെക്കോർഡ് ചെയ്ത് നോക്കി, അങ്ങനെ കുറെ പ്രോസസ്സിൽ കൂടെ കടന്നു പോയിട്ടാണ്. അല്ലെങ്കിൽ പൗലോസ്ലീഹയുടെ വാക്ക് കടമെടുത്ത് പറയുകയാണെങ്കിൽ പൗലോസ്ലീഹ പറഞ്ഞ പോലെ, ഗലാത്യക്കാരോട് പറഞ്ഞ പോലെ, നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടുന്നത് വരെ ഞാൻ ഈറ്റുനോ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ ഒരു അനുഭവമാണ്. ഇതൊന്ന് പോസ്റ്റ് ചെയ്യുന്നത് വരെ വേറെ ഒരു വിചാരവും ഇല്ല, ഇതൊന്ന് പോസ്റ്റ് ചെയ്യണം, ആ ഒരു വിചാരം തന്നെയാണ് നമ്മുടെ മനസ്സിൽ. അത് കഴിയുമ്പോൾ ഒരു വലിയ സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെയാണ് ഞാൻ മറ്റുള്ളവരുടെയൊക്കെ കേൾക്കും, അപ്പോഴാണ് വിചാരിക്കുന്നത് നമ്മൾ വിചാരിച്ച കണക്കല്ലല്ലോ, അപ്പൊ ഈ വചനത്തിന് ഇങ്ങനെയും ഒരു മാനം ഉണ്ടല്ലോ. അപ്പൊ പലരുടെ കേൾക്കുമ്പം ഇങ്ങനെയും കൂടെ ഉണ്ട്, അപ്പൊ അതും നമുക്കത് പഠിക്കാൻ സാധിച്ചു എന്നുള്ളതും ഒരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ മിസ്സിയോ കൂട്ടായ്മയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ശരിക്കും ആത്മാവ് നിറഞ്ഞ ഒരു ആത്മീയ കൂട്ടായ്മ തന്നെയാണ്. എപ്പോഴും പ്രാർത്ഥനയും അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു കൂട്ടായ്മ, അതും ഒരു നല്ല അനുഭവമാണ്. നമ്മൾ വേറെ പലയിടത്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ആത്മീയ കൂട്ടായ്മയിൽ വന്നിരിക്കുന്നത് ഇത് ആദ്യമാണ്. പിന്നെ എനിക്ക് എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തത് ആലിസോട്ടി ആന്റിയുടെ വചനമാണ്. അല്ലെങ്കിൽ ഇരുതല വാളിനേക്കാളും മൂർച്ചയുള്ള വചനം, അത് നമ്മുടെ സന്ധിബന്ധങ്ങളെയൊക്കെ തുളച്ചു കയറി ആത്മാവിന്റെ ചേതനയൊക്കെ അത് പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞത്, അതൊക്കെ എനിക്ക് ആലിസാന്റിയുടെ മുഖത്താണ് കാണാൻ പറ്റിയത്. അത് നമുക്കൊരു വലിയ ഒരു ഇൻസ്പിറേഷനാണ് തന്നത്. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ, മാമോദിസ സ്വീകരിച്ച് നമ്മളും സുവിശേഷം ആകാനും സുവിശേഷം ഏകാനും
കടപ്പെട്ടവരാണ് എന്നുള്ളൊരു ബോധ്യമാണ് ഉണ്ടായത്. അപ്പൊ നമുക്കും പ്രാർത്ഥിക്കാം, മാമോദീസായിലെ നമ്മൾ സ്വീകരിച്ച ആ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. അതിനെ ഉത്തേജിപ്പിക്കണം. നമുക്കും സുവിശേഷമാകാം, സുവിശേഷം ഏകാം. അതിനുള്ള കൃപ നൽകി സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ. ആത്മീയായി വളരാൻ ലഭിച്ചതിന് റോസമ്മ തന്റെ അനുഭവം പങ്കുവെച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. അടുത്തതായി നമുക്ക് ആശംസകൾ നൽകുന്നതിനായി കേരള ലത്തീൻ സഭയുടെ കാറ്റക്കിസം ഡയറക്ടറായ ബഹുമാനപ്പെട്ട മാത്യു പുതിയാത്തച്ഛനെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ സന്തോഷകരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാൻ ഇന്ന്. ആദ്യമേ ആത്മാർത്ഥമായിട്ട് അറിയിക്കട്ടെ, കൊച്ചി രൂപതയിലൊരു പുതിയ ഇടയനെ ഞങ്ങൾക്ക് ലഭിച്ചു എന്നുള്ള ഒരു വലിയ സന്തോഷത്തിൻ്റെ വാർത്ത അതിലൂടെ കടന്നു പോവുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലെല്ലാം സുവിശേഷത്തിൻ്റെ സത്യങ്ങളെക്കുറിച്ച് 7 വളരെ പുണ്യം നിറഞ്ഞ നിൽക്കുന്ന സത്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും കേൾക്കുകയായിരുന്നു. വളരെയേറെ സന്തോഷമുണ്ട്. ഈ ഒരു കോഴ്സിലൂടെ സത്യവിശ്വാസത്തെ ആഴത്തിൽ അറിയുവാനും സഭ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്, എന്താണ് പഠിപ്പിക്കേണ്ടത് എന്ന് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ടുമൊക്കെ നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ, ഈ ദിവസങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് ഈ ഒരു കോഴ്സിലൂടെ കടന്നുപോയത് അതൊരു സ്റ്റേ പ്രോഗ്രാമിലൂടെ 10 ദിവസം നീണ്ടുനിന്ന ഒരു പ്രോഗ്രാമിലൂടെ കടന്നു പോകുവാനായിട്ട് ആദ്യമായിട്ട് എനിക്കൊരു വലിയ സുവർണ ഭാഗ്യം അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. ഞാൻ രൂപതയിലെ മതബോധന ഡയറക്ടറായി നിയമിതനായ സമയത്ത് തന്നെയാണ് ഈ ഒരു കോഴ്സിലൂടെ കടന്നു പോകുവാനായിട്ട് എനിക്ക് സാധിച്ചത്. അതിലൂടെ കടന്നു പോകുമ്പോൾ ആ ദിവസങ്ങളിലൂടെയൊക്കെ ഇന്നും വളരെ പച്ചയായ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഞാൻ എപ്പോഴും ആയിരിക്കുന്നത് ആ കോഴ്സിന് ശേഷം. കാരണം അതുവരെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് അല്ലെങ്കിൽ സുവിശേഷം പങ്കുവയ്ക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഏറെ പഠിക്കുവാനും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ ഒരുങ്ങാനായിട്ട്, ഇപ്പോഴും ഇതിനു വേണ്ടി ഒരുങ്ങുന്നില്ല എന്നല്ല ഉദ്ദേശിച്ചത്, ഏതു വിധത്തിൽ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങണമെന്ന് എനിക്ക് ഈ ഒരു കോഴ്സിലൂടെ മനസ്സിലാക്കുവാനായിട്ടും അതിനുശേഷം വളരെ ധൈര്യപൂർവം ഏതൊരു സന്ദർഭത്തിലും മടി കൂടാതെയും വളരെ ധൈര്യത്തോടുകൂടെയും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നും അതിന് സാധിക്കുന്നു. ഇന്നും അതിന് മറ്റുള്ളവരെ ഏറെ അധികമായിട്ട് അതിന് പ്രോത്സാഹനം കൊടുക്കുവാനായിട്ട് ദൈവം അതിനുള്ള ഭാഗ്യവും എനിക്ക് നൽകി. ഒട്ടും യോഗ്യനല്ലാത്ത, യോഗ്യനും ബലഹീനനുമായ എന്നെ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യം അതൊക്കെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും പാപാവസ്ഥയും അത് ദൈവം നമ്മളെ രക്ഷിച്ചതിനെ ഓർത്തുമൊക്കെ നമ്മൾ നന്ദി പറയുന്നതും, ആ ആത്മാവിൻ്റെ പ്രവേശനം അല്ലെങ്കിൽ ആത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കുന്നതും, നമ്മൾക്ക് വീണ്ടും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പ്രഘോഷിക്കുവാനായിട്ട് കിട്ടുന്ന അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തേണ്ടതും അവസരങ്ങളുണ്ടെന്നുള്ളതൊക്കെയുള്ള ബോധ്യം നമ്മൾ ഈ കോഴ്സിലൂടെ കടന്നുപോയപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് വളരെ ജീവിതത്തിൽ ഏറ്റവും അധികമായിട്ട് പ്രയോജനപ്പെടുത്തുവാനായിട്ട് ഈ ഒരു കോഴ്സിലൂടെ സാധ്യമാകുമെന്ന് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് കൂടിയാണ് ഞാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാനായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം ഓരോ നിമിഷവും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന്
ഒന്ന് മനനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എത്രയോ അപകടങ്ങളിൽ നിന്ന്, എത്രയോ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന്, എത്രയോ പ്രലോഭനങ്ങളിൽ നിന്ന് നമ്മളെ ദൈവം രക്ഷിക്കുന്നു, അല്ലെങ്കിൽ ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തുന്നു എന്ന് ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയുന്നു, വ്യക്തിപരമായിട്ട് നമ്മൾ അനുഭവിച്ചറിയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യേശുവിൽ പ്രിയപ്പെട്ടവരെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു കോഴ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരും വളരെ ഭാഗ്യമുള്ളവരാണ് എന്നും മനസ്സിലാക്കുന്നു. മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടല് നിങ്ങളിൽ ഓരോരുത്തരിലും വ്യക്തിപരമായിട്ട് ദൈവത്തിൻ്റെ അനുഭവം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നും ഞാൻ മനസ്സിലാക്കുകയാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്, എനിക്കുണ്ടായിട്ടുണ്ട്, ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും അതുണ്ടായിട്ടുണ്ട്. നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്സിയോ ടീം അംഗങ്ങൾ എല്ലാവരും എത്രയോ കോഴ്സുകൾ, അലിസി ടീച്ചറൊക്കെ ഇതിൻ്റെ ഉത്ഭവത്തിൽ തന്നെ, ഇതിന് പ്രാരംഭത്തിൽ തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെ സ്ഥാപകർ എന്ന നിലയിൽ തന്നെ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് പറഞ്ഞു കൊടുക്കുവാനായിട്ട്, അത് അനുഭവിച്ചത് പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമുക്കെപ്പോഴും ഏറ്റവും വളരെ 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 പ്രാധാന്യത്തോടുകൂടെ, അല്ലെങ്കിൽ വളരെ അനുഭവിച്ചത് പറഞ്ഞു കൊടുക്കുവാനായിട്ടാണ് നമുക്ക് വളരെ സന്തോഷവും സംതൃപ്തിയും നമുക്ക് ഉണ്ടാവുന്നത്. നമ്മൾ കുറെ വായിച്ച് അല്ലെങ്കിൽ കണ്ട് കേട്ട് പറയുന്നതിനേക്കാളൊക്കെ 10 മടങ്ങ് നമ്മൾ അനുഭവിച്ചറിയുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് വാക്കുകളോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട അക്ഷരങ്ങളോ അതിന് വേണമെന്ന് ഇല്ല. മറിച്ച് നമ്മുടെ സ്വയം നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് പറയുമ്പോൾ തന്നെ അത് കേൾക്കുന്നവർക്കും അത് വളരെ അനുഭവപ്പെടുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യേശുവിൽ പ്രിയപ്പെട്ടവരെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി, ഇനിയും നമ്മൾക്ക് കടന്നു പോകുവാനായിട്ടുണ്ട്. ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അനേകരെ നമുക്ക് ഈശോയുടെ സുവിശേഷം അറിയിക്കുവാനായിട്ട് നമ്മുടെ ലോകത്തിൽ, നമ്മളായിരിക്കുന്ന ലോകത്തിൽ, നമ്മൾ ഇടപഴകുന്ന ആ ലോകത്തിൽ നമുക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുള്ള വലിയ കൃപാവരം നമുക്ക് ഉണ്ടാകണം. അതിനുള്ള വലിയ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിത മേഖലകളിൽ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഈ കോഴ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എനിക്ക് കടന്നു വരാനായിട്ട് സാധിച്ചത് തന്നെ ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടലായിട്ട് ഞാൻ കാണുകയാണ്. സത്യത്തിൽ ഇന്ന് കോഴിക്കോട് ഒരു രൂപതയിലേക്ക് ഞാൻ പോകേണ്ടിയിരുന്നതാണ്. അതിന്ന് പ്രത്യേക സാഹചര്യത്തിൽ അത് ക്യാൻസലാകാനായിട്ടിടയായി. എങ്കിലും സമയത്തിന് ഉള്ളിൽ കയറാനായിട്ട് സാധിച്ചില്ലെങ്കിൽ പോലും ഇന്നിവിടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വലിയ ഹിതമാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസകളും പ്രാർത്ഥനകളും ഹൃദയപൂർവ്വം നേരുന്നു. അനേകർ നിങ്ങളിലൂടെ, നിങ്ങളുടെ ദൈവസ്നേഹാനുഭവം സാക്ഷ്യം നൽകുന്നതിലൂടെ അനേകർ ഇനിയും ദൈവാനുഭവം ഉണ്ടാകുന്നവരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു മാത്യു. മിസ്സിയോ കോഴ്സിലൂടെ തൻ്റെ അനുഭവം വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുകയും തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ കൂടുതൽ ഒരുങ്ങാൻ മിസ്സിയോ കോഴ്സ് കൂടിയത് കൊണ്ട് സാധിച്ചു എന്ന് നമ്മളെ അറിയിക്കുകയും നല്ല വാക്കുകളും സന്ദേശങ്ങളും നമുക്ക് പറഞ്ഞു തരികയും ചെയ്ത ബഹുമാനപ്പെട്ട മാത്യു അച്ഛന് ഒത്തിരി നന്ദി പറയുന്നു. അടുത്തതായി മിസ്സിയോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിനായി ഗീത ജോസഫിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഗീത ജോസഫ്, പാല ലാലമ്പള്ളി ഇടവകാംഗമാണ്. കോളേജ് അധ്യാപികയായിരുന്നു, റിട്ടയർ ചെയ്തു. ഭർത്താവും 3 കുട്ടികളുമുണ്ട്. വളരെ യാദൃശ്ചികമായിട്ടാണ് മിസ്സിയോ കോഴ്സിൽ പങ്കെടുക്കുവാൻ സാധിച്ചത്. എൻ്റെ ഒരു ശിഷ്യയും
സഹപ്രവർത്തകയുമായ ജെയിനിലൂടെയാണ് ഞാൻ ഇതിലേക്ക് കടന്നു വന്നത്. അത് വലിയൊരു ദൈവാനുഗ്രഹമായി ഞാൻ കരുതുന്നു. വചനം വായിക്കുകയും കേൾക്കുകയും ധ്യാനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വചനം വിചിന്തനം ചെയ്തിട്ടില്ലായിരുന്നു. മിസ്സിയോ കോഴ്സിലെ വചനം പങ്കുവയ്ക്കുവാൻ തുടങ്ങിയപ്പോഴാണ് വചനങ്ങൾ ആഴമായി ചിന്തിക്കുവാനും ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും പങ്കുവയ്ക്കുവാനും സാധിച്ചത്. അങ്ങനെ വിശുദ്ധ ഗ്രന്ഥ വായനയും പഠനവും ഒരു ശീലമായി മാറി. ഓൺലൈൻ കോഴ്സിൽ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. അത് വലിയൊരു അനുഭവമായിരുന്നു. ഒത്തിരി അകലെയുള്ള കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്തവരുമായി സംസാരിക്കുവാനും വചനം ഷെയർ ചെയ്യുവാനും സാധിച്ചത് വളരെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ വലിയൊരു സുഹൃത്ത് വലയം പടുത്തുയർത്താനുള്ള കൃപ ലഭിച്ചു. സാറ്റർഡേ ക്ലാസ് റിഫ്ലക്ഷൻ, വേർഡ് ഓഫ് ദ ഡേ റിഫ്ലക്ഷൻ ഒക്കെ മെയിൻ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കാൻ സാധിച്ചു. അത് വലിയൊരു നേട്ടമായി തന്നെ ഞാൻ കരുതുകയാണ്. വചനപ്രഘോഷണം ഒരു സ്വപ്നമായിരുന്നെങ്കിലും അതിലേക്ക് കടന്നു വന്നത് മിസ്സിയോയിലൂടെയാണ്. 7 നിത്യസത്യങ്ങളെക്കുറിച്ച് ആഴമായി പഠിക്കാനും അതിനെക്കുറിച്ച് വലിയൊരു അവബോധം ഉണ്ടാകുകയും ചെയ്തു. മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയുടെയും കടമയാണ് സുവിശേഷ പ്രഘോഷണം. 7 നിത്യസത്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അത് നയിക്കുന്നത് വചനപ്രഘോഷണമാണെന്നും സുവിശേഷമാകാനും സുവിശേഷമേകാനും നമുക്ക് കഴിയണം. സുവിശേഷ വേല ചെയ്യുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരമാണെന്നും സുവിശേഷ വേല ചെയ്യാത്തവർക്ക് ദുരിതമാണ് എന്നുള്ള വലിയ ബോധ്യങ്ങൾ ലഭിച്ചു. ഈ മിസ്സിയോ കൂട്ടായ്മയിലൂടെ വന്നപ്പോൾ മനുഷ്യസ്നേഹം ഉടലെടുക്കുന്നത് ദൈവസ്നേഹത്തിൽ നിന്നാണെന്നും ദൈവസ്നേഹത്തിലൂടെയുള്ള വളർച്ച കൂട്ടായ്മയിലൂടെയാണെന്നും മിസ്സിയോ കോഴ്സിലെ സ്ലൈഡ് പ്രസന്റേഷനിലൂടെ മിസ്സിയോ ടീം വ്യക്തമാക്കി തന്നു. വചനം വായിക്കുകയും വചനം കേൾക്കുകയും വചനം പഠിക്കുകയും ചെയ്യുന്നവർക്ക് ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്യുവാനും ക്രിസ്തുവിൽ ആനന്ദത്തോടെ ജീവിക്കാനും കഴിയുമെന്ന ഒരു ബോധ്യം ലഭിച്ചത് മിസ്സിയോ കോഴ്സിൽ പങ്കെടുത്തതിന് ശേഷമാണ്. മിസ്സിയോ ടീമിനെ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കണമെന്നും പരിശുദ്ധാത്മ അഭിഷേക പ്രാർത്ഥനയിലൂടെ വലിയ ബോധ്യങ്ങൾ ലഭിക്കുകയുണ്ടായി. പരിശുദ്ധാത്മാവിന്റെ കൊന്ത വളരെ വലിയ ഒരു അനുഭവം തന്നെയായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ കൊന്ത വലിയൊരു അനുഭവം തന്നെയായിരുന്നു. മിസ്സിയോ ടീം നയിക്കുന്ന ആലിസൂട്ടി ചേച്ചിയെയും ടീം അംഗങ്ങളെയും ആത്മീയ ശുശ്രൂഷകരെയും ആത്മീയ പിതാക്കന്മാരെയും വളരെ നന്ദിയോടെ ഓർക്കുകയും സബ് ഗ്രൂപ്പ് 12 മെന്റേഴ്സായ ആനി മാഡത്തെയും ശരണ്യദാസിനെയും അതീവ നന്ദിയോടെ ഓർക്കുന്നു. അവരുടെ അതീവ പ്രോത്സാഹനം എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. ആലിസൂട്ടിയ ചേച്ചിയുടെ മുഖഭാവത്തിൽ നമുക്ക് യേശുവിനെ കാണാൻ സാധിക്കുന്നു. അതുപോലെ നമ്മൾ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറിക്കഴിയുമ്പോൾ യേശുവിനെ കാണാനും നമ്മളുമായിട്ട് ഇടപഴകുന്നവർക്ക് യേശുവിന്റെ സാന്നിധ്യം മനസ്സിലാക്കാനും സാധിക്കട്ടെ. അതിനായി മിസ്സിയോ ടീം അനേകായിരങ്ങൾക്ക് ആശ്വാസമാകുവാനും യേശുവിനെ പങ്കുവയ്ക്കുവാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ആമേൻ. താങ്ക് യു ഗീത. വചനവിചിന്തനത്തിലൂടെ കൂടുതൽ ആത്മീയമായി വളരുവാൻ കിട്ടിയ അനുഭവം നമുക്ക് പങ്കുവച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. അടുത്തതായി മിസ്സിയോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിനായി ത്രേസ്യാമ്മ
ത്രേസ്യാമ്മ കുര്യനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ത്രേസ്യാമ്മ, കാസർഗോഡ് ജില്ലയില് നീലേശ്വരം സെന്റ് മേരീസ് ചർച്ച് ഇടവകാംഗമാണ്. ഭർത്താവ് കുര്യൻ. എനിക്കൊരു മകളുണ്ട്. ഞാൻ മൃഗസംരക്ഷണ വകുപ്പിലെ ജോലിയിൽ നിന്നും വിരമിച്ചു. ഞാൻ ഈ മിസ്സിയോയെ കുറിച്ച് കേട്ടറിഞ്ഞത് കാർമല ടീച്ചർ വഴിയാണ്. ഞാൻ 17ാമത്തെ ബാച്ചിൽ മിസ്സിയോ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നു. ഇപ്പോൾ 18ാമത്തെ ബാച്ചില് സബ് ഗ്രൂപ്പ് 3-യിലാണ്. ദൈവനിയോഗത്താല് ആ ഗ്രൂപ്പിന്റെ ലീഡറായി തിരഞ്ഞെടുക്കപ്പെടുകയും മെന്റർ ഏൽപ്പിച്ച കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയായി ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കുകയും ചെയ്തു. യോഹന്നാൻ 15:16 നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനുമായി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അതെ, ദൈവനിയോഗത്താൽ ഞാൻ ഈ മിസ്സിയോ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന് 7 നിത്യസത്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി അവയെക്കുറിച്ചുള്ള ഒരു ജീവിത അവബോധം ഉണ്ടാക്കി. യേശു ഏകരക്ഷകൻ എന്ന ക്ലാസ് കേട്ടപ്പോൾ എന്റെയും നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാര ബലിയായി 2000 വർഷം മുമ്പ് ക്രിസ്തു കാൽവരിയിൽ കുരിശിൽ യാഗബലി അർപ്പിച്ചു നമ്മെ രക്ഷിച്ചു എന്ന ബോധ്യം എന്റെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞു. മാമോദിസ സ്വീകരിച്ച ഓരോ ക്രിസ്ത്യാനിയുടെയും കടമയാണ് സുവിശേഷ പ്രഘോഷണം എന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ മുൻധാരണ വൈദികരുടെയും സന്യസ്തരുടെയും ഒക്കെ കടമയാണ് സുവിശേഷ പ്രഘോഷണം എന്നായിരുന്നു. സഭയുടെ ഏക ദൗത്യമായ സുവിശേഷ പ്രഘോഷണം ലക്ഷ്യമാക്കി ഒരേ മനസ്സോടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞ കൂട്ടായ്മയാണ് മിസ്സിയോ എന്നും ഞാൻ മനസ്സിലാക്കി. ആയതിനാല് ഈ മിസ്സിയോ കൂട്ടായ്മയിൽ തുടർന്നും പ്രവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് പരിചയമുള്ളവരെയൊക്കെ ഈ മിസ്സിയോ കൂട്ടായ്മയിലേക്ക് ഞാൻ ചേർക്കാൻ പരിശ്രമിക്കുന്നതുമാണ്. സബ് ഗ്രൂപ്പിലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക പ്രാർത്ഥന വളരെ നല്ല അനുഭവമായിരുന്നു. കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനയിൽ കൃപകൾ ഒഴുകുന്നതായിട്ട് അനുഭവപ്പെട്ടു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള മെന്റേഴ്സിലൂടെ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ അനുഭവിക്കാൻ എന്നെ പ്രാപ്തയാക്കി. വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്നവർക്ക് ഒന്നിച്ചിരുന്ന് ഒരേപോലെ പ്രാർത്ഥിക്കുവാൻ അവസരം ലഭിച്ചു. അതുപോലെ പ്രയർ പാർട്ട്നേഴ്സിനെ വിളിച്ച് പരിചയപ്പെടാനും ഒരു കുടുംബത്തിന്റെ അംഗം പോലെയായി അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിയോഗങ്ങൾ സാധിക്കുവാനും ഒക്കെ അവസരം ലഭിച്ചു. എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവവചനത്തിലൂടെ ഉത്തരം നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ഒരു മെന്റർ ജോസഫ് ചേട്ടൻ ഞങ്ങളുടെ ഗ്രൂപ്പിൻ ഒരു ദൈവവചന തീഷ്ണതയിൽ വളർത്തുവാനും ഒരു ആത്മീയ വളർച്ച ഉണ്ടാക്കാനും എന്നെ ഏറെ സഹായിച്ചു. സബ് ഗ്രൂപ്പിലെ വേർഡ് ഓഫ് ദി ഡേ ദൈവവചനത്തെ കൂടുതലായി മനസ്സിലാക്കാനും അതിനെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാനും എന്നെ പ്രേരിപ്പിച്ചു. ശനിയാഴ്ചത്തെ ക്ലാസ്സിലൂടെ നിത്യസത്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തെ സ്പർശിക്കുന്ന ദൈവവചനത്തിന്റെ തീഷ്ണതയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മീയ ഉണർവ് എനിക്ക് നൽകി. ദൈവസ്നേഹത്തിലും കൂട്ടായ്മയിലും ആഴപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ എൻ്റെ ജീവിത വീക്ഷണങ്ങളിൽ തന്നെ മാറ്റം വരുത്തുവാൻ ഈ കോഴ്സ് എന്നെ ഏറെ സഹായിച്ചു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. എൻ്റെ പൊന്നു ദൈവമേ, നന്ദി. ആത്മീയമായി കൂടുതൽ അറിവ് ലഭിച്ച അനുഭവം പങ്കുവച്ചതിന് ത്രേസ്യാമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. അടുത്തതായി നമുക്ക് ആശംസാ സന്ദേശം നൽകുന്നതിനായി സീറോ മലബാർ സഭയുടെ മുൻ കാറ്റഗിസം ഡയറക്ടർ ആയിരുന്നതും ഇപ്പോൾ തലശ്ശേരി രൂപതയിൽ സേവനം ചെയ്യുന്നതുമായ ഫാദർ തോമസ് മേൽവട്ടത്ത് അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മിസ്സിയോ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ആശംസിക്കുകയാണ്. നമ്മൾ ഈ മിസ്സിയോയുടെ 18ാമത്തെ പ്രോഗ്രാം ഇവിടെ പൂർത്തിയാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് കൂടിയിട്ട് കർത്താവിൻ്റെ മുന്നിൽ വ്യാപരിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു ചെറിയ കാര്യം. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 11:13 കർത്താവ് പറയുന്നുണ്ട്, ദുഷ്ടരായ നിങ്ങൾക്ക് മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ കഴിയുമെങ്കിൽ
തന്നോട് ചോദിക്കുന്നവർ ഒത്തിരിയധികമായിട്ട് പരിശുദ്ധാത്മാവിന് നൽകുകയില്ല. പരിശുദ്ധാത്മ നൽകുകയില്ല എന്നുള്ള അതിൻ്റെ അർത്ഥമാക്കുന്നത് പരിശുദ്ധാത്മ നൽകുമെന്ന് അർത്ഥമാക്കുന്നത്. കാരണം ദുഷ്ടരായ മാതാപിതാക്കൾക്ക് മക്കൾക്ക് നല്ല ധാരണ കൊടുക്കണമെങ്കിൽ പിതാവായ ദൈവം പറയാം, എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഞാൻ അത്രയധികമായിട്ട് പരിശുദ്ധാത്മാവിന് നൽകുകയില്ല. ഇതിൽപ്പെട്ട് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ സഭ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടമാണ് സഭയുടെ കാലഘട്ടം എന്ന് പറയാം. പരിശുദ്ധാത്മാവിനോട് വ്യക്തിപരമായിട്ടുള്ള ഒരു സ്നേഹവും ഇഴയെടുപ്പും പിതാവ് ദൈവത്തോട് ചോദിക്കണം. നമ്മൾ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടാകണമേ. നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കും പരിശുദ്ധാത്മാവിന് സഹായം ചോദിച്ച്, കാരണം അവിടുന്ന് സഹായകനാണെന്നുള്ളത് നമുക്ക് കർത്താവ് പറഞ്ഞു. സഹായം വരുമ്പോൾ എല്ലാ കാര്യങ്ങളെയും പഠിപ്പിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ ശക്തിയുടെ ആത്മാവാണ് നമുക്കറിയാം, കൃപാവരങ്ങളുടെ ആത്മാവാണ് നമുക്കറിയാം. ഏത് സമയവും നമ്മളെ അനുഗമിക്കുന്ന ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണല്ലോ. അപ്പം അതുകൊണ്ട് പരിശുദ്ധാത്മാവായ ദൈവത്തോടുള്ള ഒരു പരിശുദ്ധാത്മാவோട് നിരന്തരമായി ബന്ധപ്പെടും മാത്രമേ നിങ്ങൾ അനുഭവസാക്ഷ്യം പറഞ്ഞതുപോലെ നമുക്ക് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണ വിധേയമായിട്ട് ഈശോയെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഈശോയെ പ്രഘോഷിക്കാൻ സ്ത്രീകൾ പരിശുദ്ധാത്മാവ് നിറവുള്ളവർക്കേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ മിസ്സിയുടെ കോഴ്സൊക്കെ പൂർത്തിയാക്കി പോകുമ്പോൾ നമ്മുടെ അപ്പസ്തോലന്മാരെ പോലെ ആത്മാവ് ജ്വലിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും. ഈ കാലഘട്ടത്തിലും അത് നമുക്ക് ആവശ്യമാണ്. പൗലോസ്ലീഹ പോലെ ജ്വലിക്കുന്ന ആത്മാക്കളായിട്ട് നമ്മൾ മാറേണ്ടതാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഓരോ കോഴ്സ് പൂർത്തിയാക്കിയപ്പോൾ നല്ലൊരു സർട്ടിഫിക്കറ്റ് മേടിച്ച് വെച്ച് ഞാൻ കർത്താവിശ്വശാലും നമ്മൾ പറയും, ഞാൻ നിങ്ങളെന്നെ ഗുരുവും കർത്താവെന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഗുരുവും കർത്താവായിട്ട് നമ്മൾ മാറിയാൽ പോരാ, കർത്താവിനെ പ്രഘോഷിക്കാനായിട്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒത്തിരി പീഡനങ്ങളുടെ ഒരു കാലഘട്ടമാണ്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലേലും ഈ സഭയുടെ സാക്ഷ്യങ്ങളും പഠനങ്ങളും എല്ലാം പറയുന്നത് ഒരു പീഡനത്തിൻ്റെ കാലഘട്ടം ഉണ്ടെന്നാണ്. ആ പീഡനത്തിൻ്റെ കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ നമുക്ക് ഈ കർത്താവിൻ്റെ മനസ്സോട് ചേർന്ന് നിൽക്കാനായിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഫാത്തിമയിലെ വെളിപ്പെടുത്തലൊക്കെ നമുക്കറിയാമല്ലോ, ഒരു വലിയ പീഡനത്തിൻ്റെ കാലഘട്ടമുണ്ട്. നമ്മളെല്ലാവരെയും വെയിറ്റ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി കർത്താവിൻ്റെ സാക്ഷികളാകാൻ വേണ്ടി, നിങ്ങൾ ലോകമെങ്ങും എൻ്റെ സാക്ഷികളാകാൻ വേണ്ടിയിട്ട്. അപ്പം മിസ്സിയുടെ സഹോദരങ്ങൾ ഈ ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്നുകൊണ്ട് ഈ ക്ലാസ്സുകൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് കർത്താവിനെ ഹൃദയം കൊണ്ടും മധുരം കൊണ്ടും ഏറ്റു പറയണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന് കരുത്തുള്ളവരായിട്ട് നമ്മൾ മാറണം. പരിശുദ്ധാത്മാവ് കരുത്തുണ്ടെങ്കിലേ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട്. കാരണം പിതാവായ പുത്രനായ ഈശോയിലൂടെ നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തതാണ്. അപ്പം നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായിരുന്നു യേശു. അപ്പം നമ്മുടെ പൂർവികരുടെ എല്ലാം പാപത്തിന് പരിഹാരമായിരുന്നു യേശു എന്ന് പറഞ്ഞാൽ ചിലർ ചോദിച്ചാൽ പൂർവികരുടെ പാപം എന്ന് പറഞ്ഞ പാപം ഉണ്ടോണ്ട്. ആദ്യം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ തലമുറയുടെയും കുരിശിലെ ബലിയോട് ഈശോ പാപം പരിഹരിച്ചതാണ്. പക്ഷെ ആ ബലിയോട് ചേരാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ നിറയുന്ന വ്യക്തികൾ ഈശോയെ ഏറ്റുപറഞ്ഞ സഭയിലെ അംഗമായിട്ട് ഓരോരുത്തർ മാറുമ്പോഴാണ് നമുക്കെല്ലാവരും അറിയാം. അതുകൊണ്ട് ഈശോയുടെ രക്ഷണീയ കൃത്യത്തോട് കർത്താവിൻ്റെ കരുണ ചായ്ക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ആത്മീയമായ നിറവുള്ള ഒരു സിസ്റ്റർ ഇങ്ങനെ പറയായിരുന്നു, വെച്ചാൽ മറ്റുള്ളവരുടെ പൂർവികരുടെ പാവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ള കടമ നമുക്കുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, സിസ്റ്റർ ഉണ്ണീശുവായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ള, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിരിക്കും വരുമായിരിക്കും, പക്ഷേ ഉണ്ണീശുവായിട്ട് അങ്ങനെ ലൈവ് ബന്ധം സൂക്ഷിക്കുന്ന ഒരു സിസ്റ്ററാണ്. ഇപ്പം നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സിസ്റ്ററിനോട് നിങ്ങൾ വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ പറയാം. സിസ്റ്റർ പറയാം, സിസ്റ്റർ നമ്മളെ പറ്റിയുള്ള കർത്താവ് ശോശ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്ന ഒരു സിസ്റ്ററാണ്. പക്ഷേ അങ്ങനെ നമ്മളോട് എന്ത് പറയണമെന്ന് പറഞ്ഞാൽ ആ സിസ്റ്റർ വലിയ പഠനമൊന്നും ഇല്ലാത്ത സിസ്റ്റർ, പക്ഷേ ചെന്നിരിക്കുമ്പം ഈ ഉണ്ണീശ പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറയേണ്ടതെന്നുള്ളത്. കഴിഞ്ഞ സിസ്റ്റർ ചോദിച്ചപ്പോൾ സിസ്റ്റർ പറയായിരുന്നു, ഉണ്ണീശ പറഞ്ഞു ഞാനാണ് ഏറ്റവും ചെറുതായിട്ട്, നിങ്ങൾക്ക് വേറെ എങ്ങോട്ടും പോയി ചെറുതാകേണ്ട ഏറ്റവും വലിയ മാതൃക ഞാൻ തന്നെയാണ്. ഞാൻ ദൈവമായിരുന്നു എന്നൊക്കറിയാം. ഇപ്പോൾ ഉണ്ണീശയായിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ ആ ഉണ്ണീശയായിട്ട് മാറുന്നത് അത്രയും ചെറുതാകുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ. അതുകൊണ്ട് ചെറുതാകുന്നത് മനുഷ്യർ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ചെറുതാകുന്നതിൻ്റെ ഒരു സുവിശേഷം നമുക്കറിയാം. പരിശുദ്ധാത്മാവ് പറഞ്ഞ വ്യക്തികൾക്ക് മാത്രം ചെറുതാകാനായിട്ട് പറ്റും, ഈശോയെ പോലെ ആകാനായിട്ട് പറ്റുള്ളൂ. ഈശോ ചെറുതായിട്ടാണല്ലോ വിശുദ്ധ കുർബാന സേവിച്ചത്. അവിടുത്തെ ഏറ്റവും വലിയ കാരുണ്യമാണല്ലോ കുരിശിൽ വെല്ലുവിടെ. അതുകൊണ്ട് എന്നിട്ട് ആ സിസ്റ്റർ ഇങ്ങനെ പറയുകയാണ്, തലമുറകളിലെ പാവങ്ങൾക്ക് പരിഹാരം ചെയ്യാനായിട്ടുള്ള നമുക്ക് കടമ. അപ്പം ഞാൻ ചോദിച്ചു, സിസ്റ്റർ എങ്ങനെയാണ് ഈ തലമുറകളുടെ പാവങ്ങൾക്ക് പരിഹാരം ചെയ്യുക? അപ്പം എന്നെ സിസ്റ്റർ പറഞ്ഞു, വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ പരിഹാര ബലി. അതിൻ്റെ ഒരു ആവർത്തനമാണ് കരുണയുടെ ജപം ചൊല്ലുക എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഇപ്പം എൻ്റെ തലമുറ, എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും 4 തലമുറകൾക്ക് വേണ്ടി പരിഹാരം ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ദിവസം 9 കരുണക്കൊന്ത ചെല്ലുമ്പോൾ അതിൻ്റെ അവസാനം പറയാം, എൻ്റെ മാതാക്കളുടെ പാവങ്ങൾ 1ാം തലമുറയിൽപ്പെട്ടവരുടെ പാവങ്ങൾക്ക് പരിഹാരമായിട്ട് ഞാൻ ഇതിനെ കാഴ്ചവെക്കുന്നു. അങ്ങനെ കാഴ്ചവെച്ചാൽ അതൊരു നൊവേനയായിട്ട് 9 ദിവസം ചെല്ലുക. അപ്പോൾ 1ാം തലമുറയായി. പിന്നെ അടുത്ത 9 ദിവസം 2ാം തലമുറയ്ക്ക് വേണ്ടി, അങ്ങനെ 3ാം തലമുറ 4, അപ്പം 36
ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ഈ തലമുറകളുടെ 4 തലമുറയുടെ പാപം പരിഹരിക്കുന്ന കർത്താവ് നമ്മൾ ആവശ്യപ്പെട്ടേക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മൾ നന്മ ചെയ്താൽ അതിൻ്റെ ഫലം അടുത്ത തലമുറയ്ക്ക് കിട്ടും. അപ്പോൾ ചോദിക്കും, കർത്താവ് വെച്ച് പറഞ്ഞു ഞങ്ങൾ പൂർവികയുടെ പാവ നിമിത്തമാണോ അല്ല ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്? പക്ഷേ നമ്മൾ ഈ ഒരു വല്യപ്പൻ കടം മേടിച്ച് കൊടുത്തില്ലെങ്കിൽ, മക്കൾ കൊടുത്തില്ലെങ്കിൽ അവസാനം അത് ഭയങ്കര ജപ്തി ചെയ്തുകൊണ്ട് പോകും. ഉറപ്പാ. ഞങ്ങളാരും മേടിച്ചാലെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? ഒന്നുമില്ല. നമ്മുടെ കർത്താവ് യേശുമിശിഹ നമുക്ക് വേണ്ടി രക്ഷ തന്നെങ്കിൽ ആ രക്ഷ നമ്മുടെ തലമുറയിലേക്ക് വ്യാപിക്കണമെങ്കിൽ അന്തരീക്ഷം പറഞ്ഞിട്ട് പറയായിരുന്നു, കരുണയുടെ ഈ പ്രാർത്ഥന ചെല്ലുക, നൊവേന പോലെ ചെല്ലുക. എന്നിട്ട് അതുപോലെ തന്നെ നമ്മുടെ സഭയ്ക്ക് വേണ്ടി കാഴ്ചവെക്കണം, മെത്രാന്മാർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് പറഞ്ഞൊരു നല്ല അതിനും രസമുള്ള കാര്യമാണ്, കത്തോലിക്ക സഭയ്ക്ക് മാത്രമേ വൈദികർ സന്യസ്തർ അപ്പൻ്റെ അമ്മയുടെ സ്ഥാനം വഹിക്കുന്ന വ്യക്തികൾ സഭയിലുള്ളൂ, ലോകത്തിലുള്ളൂ. അപ്പൊ അവര് തന്നെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ സഭ വിശദീകരിക്കപ്പെടും എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറയുമ്പോൾ എൻ്റെ വിശദീകരണവും ഞാൻ ലക്ഷ്യമാക്കാനായിട്ടുണ്ട്. എൻ്റെ പൂർവികരെയും കർത്താവിലേക്ക് രക്ഷിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാനായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് കിട്ടിയ ഒരു പുതിയ ഇൻസൈറ്റ് ആയിരുന്നു. ഞാൻ തലമുറകളെ പറ്റി അപ്പം ഞാൻ ചോദിച്ചു, അടുത്ത് എങ്ങനെയാണ് പരിശുദ്ധാത്മാ നിറഞ്ഞ വ്യക്തികളായിട്ട് നമ്മൾ ജീവിക്കുക? അന്നേരം സിസ്റ്ററോട് പറഞ്ഞ കർത്താവിശ്വസിനോട് പറഞ്ഞ കാര്യമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമുക്കറിയാം. ഫലങ്ങൾ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈശോയെ ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ 12. ഉപബി അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്ന ഒന്നാമത്തെ, സ്നേഹത്തോടുകൂടി നമ്മൾ ജീവിക്കാൻ തുടങ്ങുക. രണ്ടാമത്തേത് ആനന്ദമുള്ള വ്യക്തികളായിട്ട് മാറുക. മൂന്നാമത് പറയുക സമാധാനം കൊടുക്കുന്ന വ്യക്തികളായിട്ട് മാറുക. നാലാമത് പറയുകയാണ് നമ്മൾ ക്ഷമയുള്ളവരായിരിക്കുക, ക്ഷമ കൊടുക്കുന്നവരായിരിക്കുക. 5 ദയയുള്ളവരായിരിക്കുക. 6 നന്മയുള്ളവരായിട്ട് മാറുക. 7 ഇങ്ങനെയൊക്കെ മാത്രം പറയാം, സഹനശക്തി ഉള്ളവരായിട്ട് മാറണം. 8 സൗമ്യതയുള്ളവരായിട്ട് മാറണം. 9 നമ്മൾ വിശ്വസ്തയുള്ളവരായിട്ട് മാറണം. 10 നമ്മുടെ അടക്കമുള്ളവരായിട്ട് മാറണം. 11 ആത്മസംയമനമുള്ളവരായിരിക്കണം. 12 ശുദ്ധത പാലിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് വലിയ സാക്ഷി എന്ന് പറയുക. അപ്പം പരിശുദ്ധാത്മാവ് നമ്മൾ ജീവിക്കുന്നുണ്ട് എന്നുള്ള തെളിവ് നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഒട്ടാമല്ലോ. ഒന്ന് പോയാൽ എല്ലാം പോകും. നമുക്ക് ഒരു കൽപ്പന ലംഘിച്ചാൽ എല്ലാം പോയി തെറ്റെന്ന് പറഞ്ഞ പോലെയാണ്. പരിശുദ്ധാത്മ ദാനങ്ങൾ നമുക്ക് തരുമ്പോൾ, ഫലങ്ങൾ തരുമ്പോൾ ആ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ പ്രകാശിതമാകേണ്ടത്. അപ്പോൾ ഈ മെസ്സിയയുടെ അംഗങ്ങൾ എന്ന നിലയിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ജീവിതത്തിൽ പ്രാപ്തിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പറയുക, അങ്ങനെ മാത്രം പോരാ, നമ്മൾ ഈ കരുണയുടെ കൊന്തയാണ് ചെല്ലുന്നത്. അപ്പം കരുണ കാണിക്കുന്നത് നമുക്കറിയാം, കാരുണ്യ പ്രവൃത്തികൾ 14 ശാരീരികങ്ങൾ 7, ആധ്യാത്മികങ്ങൾ 7. ശാരീരികമായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത്, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നത്, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുന്നത്, രോഗികളെയും തടവുകാരെയും സന്ദർശിക്കുന്നത്, അവശരെ സഹായിക്കുന്നത്, മരിച്ചവരെ അടക്കുന്നത്. ഈ 7 ശാരീരികമായിട്ടുള്ള കാരുണ്യ പ്രവൃത്തി പറയുക. പിന്നെ ആധ്യാത്മികമായിട്ടുള്ള കാരുണ്യ പ്രവൃത്തി എന്താണ്? അറിവില്ലാത്തവരെ പഠിപ്പിക്കുക, സംശയമുള്ളവരുടെ സംശയം തീർക്കുക, ദുഃഖിതരെ ആശ്വസിപ്പിക്കുക, തെറ്റ് ചെയ്യുന്നവരെ തിരുത്തുക. ഇന്ന് നമുക്ക് ഈ തെറ്റ് ചെയ്യുന്നവരെ തിരുത്താൻ ഭയങ്കര മടിയാകും കേട്ടോ. നമ്മളൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുക ചെയ്യുന്നത്. അത് എൻ്റെ ഒരു ഭാഗമല്ല. അപ്പം തെറ്റ് തിരുത്താനായിട്ട് ഉപദ്രവങ്ങൾ ക്ഷമിക്കുക. ഉപദ്രവങ്ങൾ നമ്മൾ എത്ര ഭാഗം ക്ഷമിക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കുക. അന്യരുടെ കുറവുകൾ ക്ഷമയോടെ സഹിക്കുക. ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട, നമ്മൾ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഈ കാരുണ്യ പ്രവർത്തികളിലൂടെ പരിശുദ്ധാത്മാവ് ലോകത്തിൽ പ്രഘോഷിക്കുന്നവരാണ്. കാരണം കാരുണ്യത്തിൻ്റെ ജപമാല ചൊല്ലിയാൽ മാത്രം പോരാ, കാരുണ്യ പ്രവർത്തി ചെയ്യുന്നവരും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുന്നവരുമായിട്ട് മാറണമെന്ന് സിസ്റ്ററിനോട് പറഞ്ഞപ്പോൾ ശരിക്കും അതെനിക്കൊരു വലിയ ഐ ഓപ്പണിംഗ് ആയിരുന്നു. ഞാൻ അച്ഛനായിട്ട് 33 കൊല്ലമായെങ്കിലും ഇത്തരത്തിൽ കർത്താവ് നമ്മളോട് കാരുണ്യപൂർവ്വം പെരുമാറുന്നതുകൊണ്ട്, കർത്താവിൻ്റെ കരുണയെ പറ്റി പ്രസംഗിക്കുമ്പോഴും ഇത് നമ്മുടെ പൂർവികരുടെ പാപത്തിന് പരിഹാരം ചെയ്യണമെന്നുള്ളതും, അതുപോലെ തന്നെ കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകാശിതമാകുമ്പോഴാണ് നമ്മളിൽ പരിശുദ്ധാത്മ ജീവിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതും. കാരുണ്യ പ്രവർത്തികൾ ആത്മീയവും ഭൗതിക ശാരീരികമായിട്ടുള്ള പ്രവർത്തി ചെയ്യണമെന്നുള്ളതൊക്കെ ഇവിടെ നമ്മൾ ഈ മിസ്സിയോയുടെ, അതായത് ഐക്യപ്പെട്ടവർ നിലയിൽ നമ്മൾ പരിശുദ്ധാത്മാവിന് സാക്ഷ്യം കൊടുക്കുന്ന, ഈശോയ്ക്ക് സാക്ഷ്യം കൊടുക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് 8ാമത്തെ വാച്ച് നിങ്ങൾ പൂർത്തീകരിച്ച് പോകുമ്പോൾ നമ്മളെ കണ്ട് ഫൗസ്തീനായോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് നിങ്ങളോട് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. അതായത് കർത്താവ് പറയും, എനിക്ക് നിന്റെ ഹൃദയത്തെ വസിക്കണം. നിന്റെ ഹൃദയത്തെ വസിക്കണമെങ്കിൽ നിന്റെ ഹൃദയം എൻ്റെ ഹൃദയം പോലെ നമുക്കറിയാം സക്രാരിയാണ് കർത്താവ് വസിക്കുക. അപ്പോൾ നമ്മുടെ ഹൃദയം കർത്താവിന് വസിക്കാൻ പറ്റുന്ന സക്രാരിയായിട്ട് മാറുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതനുസരിച്ചുള്ള ഒരു വിശുദ്ധിയുടെ ബാഹ്യപ്രകടനം പോലെ അത് കർത്താവ് ശിക്ഷ കിട്ടും നമുക്ക്. കർത്താവ് അത്യവാരത്തെ ശവിച്ചുവായിരിക്കും, ഫലം തോന്നിപ്പിച്ചെന്നാണ് പറഞ്ഞത്. ഈ തോന്നിപ്പിക്കലല്ല, അത് കപടതയാണ്.
അത് കർത്താവിന് ഒട്ടും സഹിക്കാൻ മേലാത്തൊരു കാര്യമാണ്. കർത്താവ് പരിസര നിയമത്തിനെ ശപിക്കുന്നത് എന്തുകൊണ്ടാണ്? അവര് കപടതയുടെ അതുകൊണ്ടാണ്, കപടതയുടെ മുഖം അണിഞ്ഞതുകൊണ്ടാണ്. പേശിയ പ്രവാചകൻ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മൾ കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി നമ്മൾ മനസ്സാന്തപ്പെട്ട് അസാധ്യമാകുമാറ് എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവർ, നമ്മൾ കർത്താവിനെ അനുഭവിക്കുന്ന വ്യക്തികളാണ്. കർത്താവിന് സ്നേഹം അനുഭവിക്കുന്നവർ, അവൻ്റെ വചനം കേൾക്കുന്നവരാണ്, ഹൃദയം കൊണ്ട് അവിടുത്തെ മനസ്സിലാക്കുന്നവരാ. യോഹന്നാസ്ലീഹ പറയുന്ന പോലെ അവനെ കണ്ട്, തൊട്ട്, കേട്ട് അനുഭവിച്ചതിൻ്റെ ഒരു തീക്ഷ്ണതയാണ് നമുക്ക് ഈ വിസിയോയിലൂടെ പകർന്നു കൊടുക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇടവരട്ടെ എന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള പ്രാർത്ഥന. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രോമചേട്ടന് ഞാൻ നന്ദി പറയുന്നു. രോമചേട്ടന് വലിയ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ തിരക്കിനിടയ്ക്കാണെങ്കിൽ, നാളെ ഞായറാഴ്ചയാണ്, അറിയിപ്പുകൾ എഴുതാറുണ്ട്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. എന്നാലും മിസ്സിയോ ഒരു മനസ്സിൽ ഇഷ്ടമുള്ള ഒരു പ്രസ്ഥാനമായതുകൊണ്ടും, കാരണം സുവിശേഷത്തിൽ ഈശോയെ കൊടുക്കുന്ന വലിയ ദൗത്യമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് സുവിശേഷം ആയിക്കൊണ്ട് കൊടുക്കുമ്പോൾ നിങ്ങളെ ലോകത്തിൻ്റെ പല ഭാഗങ്ങൾ നിങ്ങൾ തിരക്കിനിടയ്ക്കും ഈശോയുടെ സ്നേഹം കൊണ്ട് ഈശോ നിങ്ങളെ ആകർഷിക്കുമ്പോൾ ചെയ്യുമ്പോൾ കർത്താവ് നിങ്ങളെ പറ്റി ഒരു ദൗത്യം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ ദൗത്യത്തിലേക്ക് നിങ്ങളെ സമർപ്പിക്കുന്നതിൽ നിങ്ങൾ നന്ദി പറയുന്നു. അതിനെ മിസ്സിയോ ടീം അംഗങ്ങളെ പ്രത്യേകം നന്ദി കൊടുക്കുന്നതിൽ ആലിസ് ചേച്ചിയെയും മറ്റു ടീം അംഗം ടെസ്റ്റ് ടീച്ചറിനെ എല്ലാവരും എല്ലാവരും ഓർക്കുകയാണ്, നന്ദിയോട് ഓർക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഓർക്കണം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. നമുക്ക് നല്ല നല്ല അറിവുകൾ പകർന്നു തരികയും വിലയേറിയ സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്ത അച്ഛന്, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ കൃപയും അനുഗ്രഹങ്ങളും ദാനങ്ങളുടെയും പ്രാധാന്യവും പരിശുദ്ധാത്മാവുമായിട്ടുള്ള വ്യക്തിപരമായ അടുപ്പത്തിന്റെ പ്രാധാന്യവും എല്ലാം വളരെ വിശദമായി പറഞ്ഞു തന്ന തോമസ് അച്ഛന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ പൊക്കോട്ടെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അച്ഛൻ തിരക്കിനിടയിൽ ഓടി വന്നത് എനിക്കറിയാം. ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. താങ്ക് യു. അടുത്തതായി നമുക്ക് കൺക്ലൂഡിംഗ് മെസ്സേജ് തരുന്നതിനായിട്ട് നമ്മുടെ എല്ലാമായ പ്രൊഫസർ CC ആലിസ് കുട്ടിയെ ക്ഷണിക്കുന്നു. താങ്ക് യു ടിസി, താങ്ക് യു വെരി മച്ച്. ഏതായാലും തോമസ് അച്ഛൻ പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ, ടോമിച്ചിനോടുള്ള സ്നേഹം കൊണ്ടാണ് അച്ഛൻ വന്നത്. ഇപ്പം നമ്മളൊക്കെ നമുക്ക് അടുത്ത ബന്ധത്തിലും പരിചയത്തിലും കിട്ടുന്ന അച്ഛന്മാരെയൊക്കെ നല്ലോണം സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നത് നമുക്ക് കാണാറാവും അല്ലേ? ഒത്തിരി സന്തോഷം. കർത്താവ് മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഓർക്കായിരുന്നു, മാത്യു അച്ഛനാണെ കഴിഞ്ഞ ഒരു കോഴ്സിൽ 300-ലധികം മതാധ്യാപകരെ ഈ ഓൺലൈൻ കോഴ്സിലേക്ക് കയറ്റിവിട്ടതാ. അപ്പൊ ഇവരെയൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് ഒത്തിരി നല്ല. അതുപോലെ ഇപ്പൊ പല അച്ഛന്മാരും അവരുടെ ഇടവകകളില് കോഴ്സ് നടത്താനും ഒക്കെ ചിന്തിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ഓർക്കായിരുന്നേ, ഇത് കോഴ്സിന്റെ പേര് നമുക്കറിയാമല്ലോ, മിസ്സിയോ പ്രിലിമിനറി കോഴ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഒരു ശരിക്കുള്ള കോഴ്സിന്റെ പ്രിലിമിനറി, അതിന്റെ ഒരു പ്രിപ്പറേഷനാണ്. ശരിക്കുള്ള കോഴ്സിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ളതാണെന്ന് നമുക്ക് മനസ്സിലായി. ഈ നാളുകളിലൂടെ ഒക്കെ പല പ്രാവശ്യം പറഞ്ഞതാണല്ലോ. അപ്പം പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, കാർഡിനൽ ശിവനൻസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് കത്തോലിക്ക സഭയിൽ നമുക്ക് ധാരാളം മാമോദിസ മുങ്ങി കുദാശകളൊക്കെ സ്വീകരിച്ച് കത്തോലിക്കരായിട്ടുള്ളത് ധാരാളം പേരുണ്ട്. പക്ഷെ അതിനിടയില് ശരിക്കും സുവിശേഷവത്കരിക്കപ്പെട്ടവർ, ഇവാഞ്ചലൈസ്ഡ് ക്രിസ്ത്യൻസ് ആയവർ കുറവാണെന്ന്. അപ്പൊ നമ്മൾ ഈ ഒരു മിസ്സിയോ കോഴ്സിലൂടെയൊക്കെ ചെയ്യുന്നത് അവരെല്ലാരും പറഞ്ഞല്ലോ, അതായത് ബേസിക് ഗോസ്പൽ മെസ്സേജ്, അടിസ്ഥാന സുവിശേഷ സന്ദേശങ്ങള് നമ്മള് ആ മാമോദിസയിൽ നമുക്ക് ലഭിച്ച ആ ഒരു അനുഭവങ്ങളെ അതൊന്ന് ആക്റ്റീവ് ആക്കാൻ, വീണ്ടും ജനിച്ച അനുഭവത്തിലേക്ക് വരാൻ സഹായിക്കത്തക്ക രീതിയിലുള്ള പ്രൊക്ലമേഷനാണ്. അപ്പൊ ഈ പ്രിലിമിനറി കോഴ്സില്, അതായത് റീവാഞ്ചലൈസേഷൻ എന്നൊക്കെ ഒരു വാക്ക് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് മാമോദിസ മുങ്ങി കത്തോലിക്കരായിട്ടുള്ളവരെ സുവിശേഷവൽക്കരിക്കാൻ, അവരെ വീണ്ടും ആ ഒരു സുവിശേഷവൽകൃതമായ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രൊക്ലമേഷൻ. ഇതിന്റെ ബാക്കി നമുക്കറിയാമല്ലോ. ഓൺലൈൻ ഇത് കഴിഞ്ഞിട്ട് റെസിഡൻഷ്യൽ കോഴ്സായിട്ട് ഇപ്പൊ 6 ദിവസമായിട്ട് നടത്തിക്കൊണ്ട്, ഇപ്പം നാളെ കഴിഞ്ഞ് 27 മുതൽ നവംബർ 1 വരെ പങ്കെടുക്കാനുള്ള 2 പേര് ഓൾറെഡി ഇവിടെ ഉണ്ട്. നമ്മോടൊപ്പം ഇതിലൊക്കെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു, കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും നാളെയും നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങോട്ട് എത്തും.
പല സ്ഥലങ്ങളിലും പല ഇടവകകളിലും പല സെന്ററുകളിലും ഒക്കെ ഇപ്പം ഇങ്ങനെ കോഴ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ പറ്റിയ റിസോഴ്സ് പീപ്പിളായിട്ട് നമ്മളെല്ലാവരും രൂപാന്തരപ്പെടാൻ വേണ്ടിയാണുള്ളതാണ് ഈ ഒരു കോഴ്സുകൾ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ എല്ലാവരും മാത്യുവച്ചൻ മൊബിലൈസ് ചെയ്തതുപോലെ പറ്റാവുന്നിടത്തോളം പേരെ ഈ ഒരു ഓൺലൈൻ കോഴ്സിന് അവിടെ നമുക്ക് എളുപ്പമാണ്, അതിലേക്ക് ഒന്ന് ചേർത്ത് വിട്ടാൽ മതി, ബാക്കി കാര്യം അവിടെ സംഭവിച്ചോളും. അപ്പം നിങ്ങളെല്ലാവരും ഒരു 10 പേരെയെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് കയറി നോക്കേ. ഇതിപ്പം നമുക്ക് എളുപ്പമാണല്ലോ, അവിടെ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നുകൊണ്ട് ശനിയാഴ്ചകളിൽ മാത്രം ഒന്ന് കേട്ടാൽ മതി. ഇനിയും ശനിയാഴ്ച കയറാൻ പറ്റില്ല പോലും യൂട്യൂബിൽ ലിങ്ക് ഇടുന്നത് കൊണ്ട് പിന്നീടാണേലും ഒരു ദിവസമൊക്കെ നമുക്ക് മിസ്സായാൽ കേൾക്കാം. അങ്ങനെയുള്ള അവസരങ്ങൾ ധാരാളമുണ്ട്. അപ്പം ഈ അടുത്ത ബാച്ചിലേക്ക് ഇപ്പൊ നമ്മൾ 18ാമത്തെ ബാച്ചാണ് ഇപ്പൊ കഴിയുന്നത്. 19ാമത്തെ ബാച്ച് ഇവർ പറയും, കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലേക്ക് ഒരു 10 പേരെയെങ്കിലും നിങ്ങൾ ഓരോരുത്തരും മൊബിലൈസ് ചെയ്യണം കേട്ടോ. അങ്ങനെ വരുമ്പോൾ ശരിക്കും നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ട്, അതായത് ഞങ്ങള് കണ്ടു നിങ്ങളും കാണാൻ വാ, അങ്ങനെയല്ലേ സമറിയക്കാരി സ്ത്രീ പറഞ്ഞത്. അവള് ഇതൊക്കെ ഈ കണ്ടു കഴിഞ്ഞപാട് ഒറ്റ ഓട്ടമല്ലേ ഓടിയത്. ഓടിച്ചെന്ന് നാട്ടുകാരെ മുഴുവൻ ഈശോയുടെ അടുക്ക കൊണ്ടുവന്നു. നമുക്കും കൊണ്ടുവരാം. അതുപോലെ അന്തർയോസ് പോയിട്ട് പീറ്ററിനെ ശമയനെ പിടിച്ചോണ്ട് വന്നു. ഫിലിപ്പോസ് പോയിട്ട് നഥാനിയലിനെ കൊണ്ടുവന്നു. ഇങ്ങനെ കണ്ടവർ ഓടിച്ചെന്നിട്ട് അവരുമായി ബന്ധപ്പെട്ടവരെയൊക്കെ കൊണ്ടുവരുന്ന പോലെ നമുക്കും അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ ഓരോരുത്തരും ഇതിന് റിസോഴ്സ് പീപ്പിൾ ആകണം. അതിന് ശരിക്കും നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു കോഓപ്പറേഷൻ മാത്രം തമ്പരാനാണ് നോക്കിയിരിക്കുക അല്ലേ. ഞാൻ ആരെ അയക്കുക, ആരാ എനിക്കായി പോവുക. അപ്പം യേശയ്യാപ്രവചനം പറഞ്ഞ പോലെ ഇതാ ഞാൻ, എന്നെ അയച്ചാലും ഞാൻ പോകാം എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആരുടെയും മിടുക്കും കഴിവ് ഇപ്പൊ ഇവരുടെയൊക്കെ ഷെയറിങ് കേട്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അല്ലേ. ഒരു വാക്ക് പോലും പറയാൻ പോലും പറ്റാതെ ഇരുന്ന മനുഷ്യരൊക്കെ എന്ത് രസമായിട്ട് അവരുടെ ഷെയറിങ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ അങ്ങ് അത്ഭുതം തോന്നുക അല്ലേ, പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനം. അപ്പൊ ആ രീതിയിലേക്ക് വളരാനും വളർത്താനും ഒക്കെയുള്ള ഈ ഒരു അവസരം തമ്പുരാൻ തന്ന് മാത്യുവച്ചനെയും തോമസ് അച്ഛനെയും നമ്മുടെ ആഗസ്റ്റിൻ അച്ഛനെയും ജോയി പിതാവിനെയും ഒരുപാട് പേരുണ്ട്. നമുക്ക് അച്ഛന്മാരൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. അവരുടെയൊക്കെ ആ ഒരു സാന്നിധ്യവും സഹകരണവും സിസ്റ്റേഴ്സ് ധാരാളം പേരുണ്ട്. പിന്നെ പല ഫീൽഡുകളിൽ പ്രവർത്തിക്കുന്നവര്, അവരെയൊക്കെ കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വേൾഡ് ഇവാഞ്ചലൈസേഷൻ അതിനുവേണ്ടി നമുക്ക് തന്നെ സമർപ്പിക്കാം. പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ചുറ്റുമായിട്ട് തന്നെ ഓരോ റിസോഴ്സ് ഗ്രൂപ്പ് ഉണ്ടാകാനായിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇടവകയെ മുഴുവനിലും ശരിക്കും ഈശോ പറഞ്ഞ അങ്ങനെയാണല്ലോ, പുളിമാവ് പോലെ. അപ്പം ഇടവകയിൽ തന്നെ ഇങ്ങനെ നല്ലൊരു ടീം അങ്ങുണ്ടാകുക. പിന്നെ നമ്മളായിരിക്കുന്ന മേഖലയിൽ, ജോലി സ്ഥലങ്ങളില്, അല്ലെ കുടുംബ പശ്ചാത്തലത്തിൽ, കുടുംബ യൂണിറ്റില്, അപ്പം അവിടെയൊക്കെ പിന്നെ നിങ്ങളെല്ലാം ഒരു ഗ്രൂപ്പിന്റെ മിസിയോ ഗ്രൂപ്പിന്റെ അംഗമെന്ന് പറഞ്ഞുകൊണ്ട് ആരും നിൽക്കേണ്ടതില്ല. ഇത് നമ്മളൊരു അടിത്തറ ഏൽപ്പിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ പറ്റാവുന്ന എവിടെയെല്ലാം ഇടവകയിലോ രൂപതയിലോ സോണിലോ സ്റ്റേറ്റിലോ എവിടെയാണേലും ഒരു സജീവമായിട്ട് പ്രവർത്തിക്കാൻ കിട്ടുന്ന എല്ലാ മേഖലകളിലും നമ്മളെല്ലാം ഉണ്ടാവണം. പിന്നെ രാഷ്ട്രീയ രംഗവും കളയണ്ട കേട്ടോ. അതൊക്കെ നമ്മളതിലെയൊക്കെ നല്ല ആക്റ്റീവായി നിന്നാലല്ലേ അവിടെയൊക്കെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു മേഖലയും അന്യമാകാതെ അവിടെയൊക്കെ ശരിക്കും പറയില്ലേ, പ്രേക്ഷിത ശിഷ്യരായിട്ട്, അയക്കപ്പെട്ട ശിഷ്യരായിട്ട്, ഈ മിഷനറി ഡിസൈപ്പിൾസ് ആയിട്ട് നമുക്ക് വളരുകയും അനേകം പേരെ അങ്ങനെ വളർത്താൻ നമ്മളാലാകുന്നതെല്ലാം ചെയ്യുകയും ചെയ്യാം. നമ്മൾ ആരെക്കാട്ടിലും മോശവുമല്ല മെച്ചവുമല്ല. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനോട് കൂടെ നിന്ന് കഴിയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലൂടെ അത്ഭുതങ്ങൾ നടക്കുന്നത് കാണാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവത്തിന് സ്തുതി. ആമേൻ. താങ്ക് യു അലിസോട്ടി ചേച്ചി. സുവിശേഷ പ്രഘോഷണത്തിന് അടിസ്ഥാന സുവിശേഷ പ്രഘോഷണത്തിന് ചെയ്യേണ്ട കാര്യങ്ങളും മാർഗനിർദ്ദേശങ്ങളും നല്ല സന്ദേശങ്ങളും തന്ന അലിസൂട്ടി ചേച്ചിക്ക് ഒത്തിരി നന്ദി പറയും. അടുത്തതായി നന്ദി പ്രകാശനത്തിനും മിസിയോയുടെ അറിയിപ്പുകൾ നൽകുന്നതിനുമായി മിസിയോ കോഴ്സിന്റെ മെയിൻ കോർഡിനേറ്ററായ ബീന മാത്യുവിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാമോയിസ സ്വീകരിച്ച ഏവരുടെയും ഏക ദൗത്യമായ സുവിശേഷ പ്രഘോഷണത്തിന് ഒരുങ്ങുവാൻ നടത്തപ്പെട്ട മിസിയോ പ്രിലിംസ് കോഴ്സിന്റെ 18ാമത്തെ ബാച്ചിന്റെ കൺക്ലൂഡിംഗ് സെഷന്റെ പര്യവസാനത്തിലേക്ക് നാം കടക്കുകയാണ്. ഈ കോഴ്സ് വിജയകരമായി നടത്തുവാൻ മിസിയോ ടീമിനെ ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ത്രിയേക ദൈവത്തിന് സ്തുതിയും സ്തോത്രവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. മിസിയോയുടെ രക്ഷാധികാരിയായ ചിക്കാഗോ രൂപതാധ്യക്ഷൻ മാർ ജോയി ആലപ്പാട്ട് പിതാവ് തന്റെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും സന്ദേശങ്ങളും ആശംസകളും പ്രാർത്ഥനകളുമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. പിതാവിന്റെ സ്നേഹ സാന്നിധ്യത്തിന് ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. മിസിയോ കൂട്ടായ്മയുടെ ആനിമേറ്ററും ആത്മീയ ഗുരുവുമായ റവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. നമ്മുടെ കൂടെ ആയിരുന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന അച്ഛന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു അച്ഛ, താങ്ക്സ് എ ലോട്ട്. നമ്മുടെ ഈ വാലിഡേറ്ററി ഫംഗ്ഷന് നമ്മളെ അനുഗ്രഹിച്ച് ആശീർവദിക്കാൻ എത്തിയ റവറൻഡ് ഫാദർ മാത്യു പുതിയത്ത്, ഫാദർ തോമസ് മേൽവെട്ടത്ത് എന്നീ വൈദിക ശ്രേഷ്ഠർക്ക് മിസിയോ ടീമിന്റെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. നമ്മുടെ ഈ കോഴ്സ് 10 ആഴ്ചകളിലും സമാപന ആശീർവാദത്തിനും ബൈബിൾ സന്ദേശനത്തിനും പ്രാർത്ഥനകൾക്കുമായി ബഹുമാനപ്പെട്ട വൈദികർ കടന്നു വന്നിരുന്നു. അവരുടെ എല്ലാം ബിസി ഷെഡ്യൂൾസ് മാറ്റിവെച്ചാണ് നമ്മെ ആശീർവദിക്കാനും സന്ദേശങ്ങൾ നൽകുവാനും കടന്നു വന്നിരുന്നുകൊണ്ടിരുന്നത്. എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും പ്രാർത്ഥനയോടെ ഓർക്കുന്നു, നന്ദി പറയുന്നു. ഈ കോഴ്സിന്റെ ആദ്യ അവസാനം വരെ നിറപുഞ്ചിരിയുമായി നമ്മോടൊപ്പം ആയിരിക്കുന്ന മിസിയോ ടീമിലെ ഓരോ അംഗങ്ങളെയും ചേർത്ത് നിർത്തി അമ്മയുടെ വാത്സല്യത്തോടെയും ഒപ്പം കർക്കശമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആലിസൂട്ടി ആൻറ്റിക്ക്, പ്രൊഫസർ CC ആലിസൂട്ടിക്ക് മിസിയോ അംഗങ്ങളുടെ, മിസിയോ ടീമിന്റെ സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു ആലിസൂട്ടി ആൻറ്റി. താങ്ക് യു വെരി മച്ച് ഓൺ ബിഹാഫ് ഓഫ് ഓൾ. മിസിയോ ടീമിന്റെ അടുത്ത തിളക്കമാർന്ന വ്യക്തിത്വങ്ങളാണ് മിസ്റ്റർ ടോമിച്ചൻ പുല്ലങ്കാവെങ്കിലും മേഴ്സി ടോമിച്ചനും. രണ്ടുപേരുടെയും മിസിയോ ടീമിന് വേണ്ടിയുള്ള നിസ്വാർത്ഥ സേവനങ്ങൾ എത്രയോ വലുതാണ്. ജീവിതത്തിൽ എന്തെല്ലാം തിരക്കുകൾ ഉണ്ടായാലും പ്രയോറിറ്റി സെറ്റ് ചെയ്ത് മിസിയോ ടീമിന്റെ പ്രവർത്തനങ്ങൾ തന്റെ പാഷനാക്കി മാറ്റുന്നു ടോമിച്ചേട്ടൻ. കൂടാതെ സഭാപഠനങ്ങൾ സ്വായത്തമാക്കി കറണ്ട് അപ്ഡേറ്റ്സ് മിസിയോയ്ക്ക് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു. ഏത് സമയത്തും ആർക്കും അവൈലബിൾ ആകുന്ന രീതിയാണ് ടോമിച്ചൻ ചേട്ടൻ്റെത്. ടോമിച്ചൻ ചേട്ടനും മേഴ്സി ചേച്ചിക്കും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. വളരെ സങ്കീർണവും ക്ലേശകരവുമായ ഉത്തരവാദിത്വമാണ് മൊബിലൈസേഷൻ്റെത്. അത് നമ്മുടെ പ്രിയപ്പെട്ട ക്ലീറ്റസ് പോളിന്റെ നേതൃത്വത്തിൽ ടീമംഗങ്ങളുടെ സഹകരണത്തോടെ വളരെ കൃത്യമായി ചെയ്തു പോരുന്നു. മൊബിലൈസേഷന് ശേഷം മെമ്പേഴ്സിനെ സബ് ഗ്രൂപ്പുകളാക്കുന്നതും വിവിധ കോർഡിനേഷൻ ടീമുകളെ നിർണ്ണയിക്കുന്നതും ക്ലീറ്റസ് പോളിന്റെ നേതൃത്വത്തിലാണ്. ഇതിനോടൊപ്പം സൂം പ്ലാറ്റ്ഫോമും കൺട്രോൾ ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സീന ക്ലീറ്റസ് എപ്പോഴും സപ്പോർട്ട് ചെയ്ത് കൂടെയുണ്ട്. ക്ലീറ്റസിനും സീന ക്ലീറ്റസിനും ടീം അംഗങ്ങൾക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. മിസിയോ ഓൺലൈൻ പ്രോഗ്രാമിന്റെ സൂം സ്പോൺസർ ചെയ്യുന്നത് ന്യൂസിലാൻഡ് കോർഡിനേറ്ററായ നവീൻ ജോസ് ആണ്. നവീന്റെ നല്ല മനസ്സിന് കാരുണ്യവാനായ ദൈവം 10 മടങ്ങ് പ്രതിഫലം തരട്ടെ. താങ്ക് യു നവീൻ. 10 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാം വിജയപ്രദമായി നടന്നത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതുകൊണ്ടാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി വ്യക്തിത്വങ്ങളും ടീമുകളും ഉണ്ട്. മിസിയോയിലെ റിസോഴ്സ് ടീം അംഗങ്ങളെ ഇത്തരണത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഈ കോഴ്സിന്റെ ഹൈലൈറ്റ് ആയ സ്ലൈഡ് പ്രസന്റേഷൻ നടത്തുകയും ഫിസിക്കൽ കോഴ്സിനും റെസിഡൻസ് കോഴ്സിനും ക്ലാസ് എടുക്കുകയും ചെയ്യുന്ന അവർ മിസിയോയുടെ സന്ദേശവും ലക്ഷ്യവും അനേകർക്ക് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. അവരെല്ലാവരെയും പ്രാർത്ഥനയോടെ ഓർക്കുന്നു, നന്ദി പറയുന്നു. ഓവറോൾ കോർഡിനേറ്റേഴ്സായി പ്രവർത്തിച്ച ഫ്രാൻസിസ് CDയെയും നാൻസി ബോബനും എല്ലാ കാര്യങ്ങളും നല്ല പെർഫെക്ഷനോടുകൂടി ചെയ്ത് കോഴ്സ് വിജയപ്രദമാക്കാൻ ഒത്തിരി പ്രയത്നിച്ചു. അവർക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു. പ്രൊക്ലമേഷൻ, ടെസ്റ്റിമണി, MC, ബൈബിൾ റീഡിംഗ് ആൻഡ് പ്രയർ
സോങ് ആൻഡ് വേർഡ് ഓഫ് ദ ഡേ എന്നിവ ഓൺലൈനിൽ ഏറ്റവും മനോഹരമായി നടത്തുവാൻ വിവിധ ടീമുകൾ പ്രവർത്തിച്ചു. എല്ലാ കോർഡിനേഷൻ ടീം അംഗങ്ങളെയും അതിന്റെ ലീഡേഴ്സിനെയും അഭിനന്ദിക്കുന്നു. നന്ദിയുടെ പൂച്ചെണ്ടുകൾ. മിസിയോ പ്രിലിംസ് കോഴ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഓരോ ആഴ്ചയിലെ സബ് ഗ്രൂപ്പ് മീറ്റിംഗിൽ മാർഗനിർദ്ദേശങ്ങളും തിരുത്തലുകളും പ്രോത്സാഹനങ്ങളും നൽകുന്നത് പ്രിയ മെന്റേഴ്സ് ആണ്. സ്നേഹത്തോടെ സഹിഷ്ണുതയോടെ ഈ ഉത്തരവാദിത്വം നിർവഹിച്ച എല്ലാ മെന്റേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ അവസരത്തിൽ ഈ 18th ബാച്ചിലെ എല്ലാ മെന്റേഴ്സിനും അതിന്റെ കോർഡിനേറ്റേഴ്സിനും മിസിയോ ടീമിന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ 10 ആഴ്ചക്കാലം പ്രാരംഭ പ്രഘോഷണത്തിന് ഒരുങ്ങുവാനായി ഈ കോഴ്സിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്ന പാർട്ടിസിപ്പൻസ് ആയ നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ കോഴ്സ് യാഥാർത്ഥ്യമാക്കിയത്. ദൈവം നിങ്ങളെ എല്ലാം സജീവ പ്രാരംഭ പ്രഘോഷണം നടത്തുവാൻ അവസരം തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും പ്രത്യേകം ഓർത്ത് നന്ദി പറയുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കൂടുതൽ ദൈവാനുഗ്രഹം ജീവിതത്തിലും കുടുംബങ്ങളിലും ആയിരിക്കുന്ന കൂട്ടായ്മകളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വൺ ആൻഡ് ഓൾ. ഇനി അടുത്തതായി അനൗൺസ്മെന്റ് ആണ്. മിസിയോ പ്രിലിംസിന്റെ 19ാമത്തെ ബാച്ച് ഡിസംബർ മാസം 27 ശനിയാഴ്ച തുടങ്ങുന്നു. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് അയച്ചു കൊടുക്കുകയും അടുത്ത ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. നവംബർ 9 മുതൽ 14 വരെ കൊല്ലം ജില്ലയിലെ പത്തനാപുരം സെന്റ് സേവിയേഴ്സ് ആനിമേഷൻ സെന്ററിൽ വെച്ച് ബദനി സിസ്റ്റേഴ്സിനും അൽമായർക്കും വേണ്ടി മിസിയോ ഫുൾ കോഴ്സ് നടത്തപ്പെടുന്നുണ്ട്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറുകളിൽ 9746917273 അല്ലെങ്കിൽ 7012574557. ഒരിക്കൽ കൂടി പറയാം, 9746917273 or 7012574557. ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക. കോഴ്സ് ഫീ ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാ മാസവും കറുകുറ്റി മിസിയോ ഭവനിൽ വെച്ച് മിസിയോ ഫുൾ കോഴ്സ് നടത്തപ്പെടുന്നുണ്ട്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻപ് പറഞ്ഞ അതേ നമ്പറുകളിൽ ബന്ധപ്പെടുക. മിസിയോ കുടുംബത്തിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഗ്രൂപ്പിന്റെ ലിങ്ക് അയക്കുമ്പോൾ അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മിസിയോ കുടുംബത്തിൽ നിന്നും പണിതു നൽകപ്പെട്ട 3ാമത്തെ ഭവനത്തിന്റെ വെഞ്ചരിപ്പ് ഒക്ടോബർ 20 നടത്തപ്പെട്ടു. താങ്ക് യു ഓൾ. താങ്ക് യു ബീന. എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുകയും അറിയിപ്പുകൾ നൽകുകയും ചെയ്ത ബീനായ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. അടുത്തതായി സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായി മിസിയോയുടെ ആനിമേറ്റർ അച്ഛനും നമ്മൾ എപ്പോഴും നമ്മളോടൊപ്പമുള്ള ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും കഴിഞ്ഞ 2 മണിക്കൂർ നമ്മൾ ഈ 18ാമത്തെ ബാച്ചിന്റെ സമാപന സമ്മേളനത്തിൽ സംബന്ധിക്കുകയായിരുന്നു. ഒത്തിരിയേറെ സന്തോഷം തോന്നി. നല്ലൊരു അനുഭവം. പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നുണ്ട് എന്നുള്ള ഒരു വലിയ ബോധ്യം എനിക്കുണ്ടായി. കാരണം എല്ലാവരുടെയും ഷെയറിങ്ങിൽ അതാണ് എനിക്ക് മനസ്സിലായത്. പ്രത്യേകിച്ച് മെന്റേഴ്സിൻ്റെയും സബ് ഗ്രൂപ്പിൻ്റെയും ഷെയറിങ്ങിലൂടെ വലിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവിടെ നടക്കുന്നുണ്ട് എന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം അവരുടെ ഓരോരുത്തരുടെയും ഷെയറിങ്ങിൽ നമുക്കത് വളരെ വ്യക്തമായിരുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ലോക സുവിശേഷവൽക്കരണത്തിന് നമ്മളാൽ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നു. അതൊരു കടുകുമണിയായിട്ട് വളർന്ന് ഇത്രയും വലിയ വൻമരമായി ഇനി നമുക്കിത് വളരട്ടെ. കാരണം ഇത് നമ്മുടെ പ്രവൃത്തിയല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ഓരോരുത്തരും വരുന്നവരും ഇതിൽ
അടിയുറച്ച് നിൽക്കുകയും ആ ദൈവത്തിൻ്റെ സ്നേഹവും ആ സുവിശേഷത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് കടക്കുകയും അത് നമ്മളിൽ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. കാരണം ഈ അടിസ്ഥാന തത്വങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടായെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ഇത് ഉണ്ടായിരിക്കും. നമ്മുടെ രഹസ്യ ജീവിതത്തിൻ്റെ ആ വിശുദ്ധിയാണ് പരസ്യ ജീവിതത്തിൻ്റെ ശക്തി. നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ആ വിശുദ്ധി നമ്മുടെ പരസ്യ ജീവിതത്തിൽ വലിയ ശക്തിയായിട്ട് ജ്വലിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ പലരുടെയും ജീവിതം കാണുമ്പോൾ അവരിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു, അവരിലൂടെ ദൈവത്തെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ആ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി നമ്മുടെ സമൂഹത്തിലുണ്ട്. ലോകം മുഴുവനും വിവിധ സ്ഥലങ്ങളിലും വിവിധ രാജ്യങ്ങളിലും ഇരിക്കുന്നവർ ഒന്നിച്ചു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിന് നമുക്ക് വലിയ തെളിവാണിത്. അപ്പോൾ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിന് നമുക്ക് വിട്ടുകൊടുക്കാം. അപ്പോൾ ആ സ്നേഹത്തിൽ വിട്ടുകൊടുക്കുമ്പോൾ വിശുദ്ധിയിൽ ജീവിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും കൂട്ടായ്മയിൽ വളരുവാനും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ എല്ലാം സ്വീകരിച്ചുകൊണ്ട് പുതിയ വ്യക്തികളായിട്ട് കൂട്ടായ്മയായിട്ട് ഈശോയെ കൂടുതൽ കൂടുതൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും നമുക്ക് ശക്തിയും ധൈര്യവുമെല്ലാം ഉണ്ടാകും. പ്രതികൂല സാഹചര്യങ്ങളിലും അനുകൂല സാഹചര്യങ്ങളിലും കർത്താവിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാനധികം നീട്ടുന്നില്ല. ഈ 2 മണിക്കൂർ എല്ലാവരെയും അഭിനന്ദിക്കുകയും ദൈവാനുഗ്രഹത്തിന് എല്ലാവരുടെയും പേരിൽ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും സമർപ്പിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു അച്ഛാ. വളരെ നല്ല സന്ദേശം നൽകിയതിനും പ്രാർത്ഥിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മുണ്ടിയത്തച്ഛന് വളരെ നന്ദി പറയുന്നു. അടുത്തതായി കൺക്ലൂഡിങ് സോങ് ആണ്. കൺക്ലൂഡിങ് സോങ്ങോട് കൂടി നമ്മുടെ ഇന്നത്തെ സെഷൻ അവസാനിക്കുകയാണ്. കൺക്ലൂഡിങ് സോങ്ങിനായി സെലിൻ ജോസിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. മ്യൂട്ടാണ് സെലിൻ, മ്യൂട്ടാണ്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന എമ്മാനുവേലേ അങ്ങേക്ക് നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന എമ്മാനുവേലേ അങ്ങേക്ക് നന്ദി. ആരും സഹായിപ്പാനില്ലെന്ന് വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. ആരും സഹായിപ്പാനില്ലെന്ന് വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. വേണ്ടെന്ന് കാതിൽ പറഞ്ഞവൻ എന്നെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. വേണ്ടെന്ന് കാതിൽ പറഞ്ഞവൻ എന്നെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. ആരാധന 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 ആരാധന. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം,
മനമേ നടത്തിയ വിധങ്ങൾ ഓർത്ത് നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഒന്നിനും കുറവില്ലാതെ നടത്തുന്നു എമ്മാനുവേലേ അങ്ങേക്ക് നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന എമ്മാനുവേലേ അങ്ങേക്ക് നന്ദി. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങൾ ഓർത്ത്. താങ്ക് യു സലീം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു.